വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവേനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നാം അറിയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തുടർന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. സ്തോത്രം. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹമെന്ന് അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മനോഹരമായ ബൈബിൾ ടോക്ക് ഷോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോക്ക് ഷോ നമുക്ക് അനുഗ്രഹമായി തിരിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ, വേദപുസ്തക പ്രവചനങ്ങൾ എന്നുള്ളതാണ് അത് നമ്മുടെ ടോപ്പിക്സ്. അതിനെപ്പറ്റി നമ്മൾ തുടർമാനമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് ആധാരമായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. വേദപുസ്തകം കയ്യിലുള്ളവർ അത് തുറന്നാട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 102-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരണം. 102-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാൻ പോവുകയാണ്. 102-ാം സങ്കീർത്തനം, Psalms 102 വേഴ്സസ് നമ്പർ 13 ഓൺവേർഡ്സ്. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ജാതികളുടെ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. സൃഷ്ടിക്കപ്പെടാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. ദൈവത്തിൻ്റെ ദാസനായ സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രവചന ദൃഷ്ടിയിൽ എഴുതിയ അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം താൻ എഴുതുന്ന കാലത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു കാര്യങ്ങളും നിലവിലില്ല. താൻ ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്ത് ഇസ്രയേലിന് ദൈവം വാഗ്ദത്തം ചെയ്തതായ ഒറിജിനൽ പ്രോമിസ് ലാൻഡിൻ്റെ ഏതാണ്ടൊരു നല്ല ഭാഗവും അവരുടെ കയ്യിലുണ്ട്. പക്ഷെങ്കിൽ താൻ പ്രവചനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, ഇത് അവർക്ക് നഷ്ടമാകും. നഷ്ടമായ ശേഷം ഒരു മനുഷ്യനും നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു വേസ്റ്റ് ലാൻഡ്, ഒരു ഊഷര ഭൂമിയായിട്ട് ഇത് മാറും. അവിടെ 10 ഏക്കർ സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു കഴുതയ്ക്ക് പോലും അവിടെ പോകാൻ ആഗ്രഹമുള്ളത്. കാരണം അതിനുള്ള തീറ്റ പോലും അവിടെ ഇല്ല. അത്ര മോശമായ തീരുമാനമാണ് സംഭവിച്ച കാര്യമാണ്. പക്ഷേ ഏറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ലോകത്തിൽ മിടുക്കന്മാരും പ്രബലന്മാരുമായി വെൽ എസ്റ്റാബ്ലിഷ്ഡായി താമസിക്കാനിടയാകുന്ന യഹൂദന്മാർ, അവരെയാണ് അതിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞത്. അവർക്ക് ഈ നാടിൻ്റെ പൂഴിയോട്, ഇതിൻ്റെ മണ്ണിനോട്, ഇവിടുത്തെ കല്ലിനോട് അലിവ് തോന്നും. അലിവ് തോന്നിയിട്ട് അവരിവിടെ മടങ്ങി വരും. അവരിവിടെ മടങ്ങി വരുമ്പോൾ യഹോവ സിയോനെ പണിയുമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദാവീദ് പറയുമ്പോൾ സയൻ ഹാസ് ഓൾറെഡി ബീൻ
established. It has already been built. It was at the zenith of, pinnacle of its glory. സിയോന്റെ ഗ്ലോറിയുടെ പിനക്കിൾ നിൽക്കുകയാണെന്ന്. അന്നേരം പറയും യഹോവ സിയോനെ പണിയുമെന്ന്. That means Zion is going to be demolished and then the Lord will rebuild it. The second thing is God will appear in Zion in his glory. ദൈവം തൻ്റെ മഹത്വത്തിൽ സിയോനിൽ പ്രത്യക്ഷനാകും. അപ്പോൾ ജാതികൾ എന്ത് ചെയ്യും? ജാതികൾ ആ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരും. So what can you call it? If you ask me, Babu, can you tell in a few words precisely what is end time prophecy? എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന അത് അന്ത്യക്രിസ്തു വരും, പിന്നെ മുദ്ര ഉണ്ടാകും, കടലിൽ നിന്ന് വലിയ മൃഗം കയറി വരും, ഇങ്ങനൊക്കെ പറഞ്ഞു. എവിടെങ്കിലും എത്തണ്ടായോ? ഒന്ന് പ്രിസൈസാക്കി ഒന്ന് പറ, എന്താ സംഭവിക്കാൻ പോകുന്നത്? 102 സങ്കീർത്തനം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നിട്ട് പറയാണ്, ഇത് is written not for this generation, the generation in which you are living, but for people who are yet to be born. ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വായിച്ച് പഠിക്കുന്നതിനാണ് ഞാൻ ഇപ്പോൾ ഈ സങ്കീർത്തനം എഴുതുന്നത്. ദാവീദ് പറയാണ്. ഇനി ഞാൻ 2 പ്രപ്പോസിഷൻസ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ പ്രമിസസ് വെക്കാം. ഈ രണ്ട് പ്രമിസസ് നമുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലേ പ്രവചനങ്ങൾ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രവചനം നമുക്കൊന്നും ഒരിക്കലും മനസ്സിലാകത്തില്ല. അതിൽ ഒന്നാമത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്, ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ CJ തോമസ് അച്ചാനെ പോലെയുള്ള വേദശാസ്ത്രികൾ അംഗീകരിക്കത്തില്ല. എന്തോ ചെയ്യാം, ഈ അച്ചാനെ അംഗീകരിക്കാതെ ഇതാ ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും അച്ചാൻ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ വിറപ്പിച്ച് നോക്കുക, ഞാൻ അംഗീകരിക്കണം വേണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയ ലൂസിഫറും ആൾക്കാരും, വീണുപോയി എന്ന് പറയുമ്പം വീണ് നരകത്തിൽ പോയി എന്നല്ല എൻ്റെ അർത്ഥം, ആ പൊസിഷനിൽ നിന്ന് മാറ്റപ്പെട്ട, എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പൊസിഷനിൽ നിന്ന് മാറ്റപ്പെട്ട ലൂസിഫറും ആൾക്കാരും സൈറ്റൻ അല്ലെങ്കിൽ സാത്താനായിട്ട് മാറിയിട്ട് ദൈവത്തോട് വാദിച്ചുകൊണ്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ എതിർഭാഗത്ത് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെല്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്, എൻ്റെതല്ല. ഈ ദൈവം ഈ ഭൂമിയെ വാഴുന്നതിന് വേണ്ടി 70 കോൺസ്റ്റിറ്റ്യൻസിയായ ഭൂമിയെ തിരിച്ചു ആദാമിന് ശേഷം. എന്നിട്ട് ഭൂമിയെ വാഴുന്നതിന് വേണ്ടി ദൂതന്മാരെ ഏൽപ്പിച്ചു. അവരാണ് മനുഷ്യന്റെ സ്ത്രീകളുടെ അടുത്ത് പോയി വൃത്തികേട് കാണിച്ച് വാഴ്ച കാക്കാതിരുന്ന ദൂതന്മാരെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാഴ്ച കാക്കാതിരുന്നവര്, അവരെ ദൈവം അവർ വാഴുന്ന കാലത്ത് കൂടെ വിളിക്കും. സ്വർഗത്തിൽ പാർലമെന്റ് കൂടുമ്പോൾ നമ്മുടെ MP മാരും MLA മാരും അവിടെ പോയി, ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല, ചുമ്മാ പോകുന്നതേ ഉള്ളൂ, എന്തായാലും പോകുന്നുണ്ടല്ലോ. പക്ഷെ ഇവരങ്ങനെ, ഇവർക്ക് നല്ലോണം മനസ്സിലാകുന്നവരാണ്. ഇവര് പോകുന്നവരാണ് ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിന്നു എന്ന് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രന്മാർ. അപ്പൊ സാത്താൻ എന്തോ ചെയ്യുക? സാത്താന്റെ ദൂതന്മാരും ഇതുപോലെ ഭൂമിയിലുണ്ട്, അവരും ചെല്ലും. അപ്പം ഞാൻ പറയാൻ പോകുന്ന 2-ാമത്തെ പ്രപ്പോസിഷൻ, 2-ാമത്തെ പ്രമിസസ് എന്ന് പറയുന്നത്, അവിടെ തീരുമാനിച്ചാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ മനുഷ്യരാശിയെ രക്ഷിക്കാനായിട്ട് വരണം. അത് അവിടെ തീരുമാനിച്ചതാ. അവിടെ തീരുമാനിക്കുമ്പം ആ ദേവസഭയിൽ ആരുണ്ട്? സാത്താനും അവൻ്റെ ആൾക്കാരുമുണ്ട്, വാദിച്ചു നിൽക്കുക. ദൈവത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും സാത്താനുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സാത്താൻ പറയുന്നത്, വെൽ ഐ ഓൾസോ നീഡ് എ സ്പേസ് ദെയർ. എനിക്കും അവിടെ ഒരു സ്പേസ് തരണം, എനിക്ക് അവിടെ ഒരു എൻട്രി തരണം, എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം തരണം. എന്തിന്? ദാറ്റ് മീൻസ് എങ്കിൽ മാത്രമേ ദൈവം നീതിമാൻ എന്ന് തെളിയുന്നുള്ളൂ.
അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, സാത്താനോട് ചോദിക്കുക ദൈവത്തിന് ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ലയോ എന്ന്. ഇതെന്റെ മൂന്നാമത്തെ പെർമിസസ് ആണ്. ദൈവത്തിന്റെ സോവറീനിറ്റി ഉണ്ട്, ദൈവത്തിന്റെ പരമാധികാരമുണ്ട്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ പെടുന്ന ഏത് കാര്യവും ദൈവത്തിന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സോവറീനിറ്റി പെടുന്ന കാര്യം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സോവറൈനിറ്റി ദൈവം ആപ്ലിക്കബിൾ ആക്കാത്ത, അപ്ലൈ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, where God's justice is questioned. If God's justice is questioned, then God is not God. ദൈവത്തെ ദൈവം ആക്കി നിലനിർത്തിയിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം ദൈവത്തിന്റെ നീതി. ദൈവമേ അങ്ങ് നീതിമാനാകുന്നു. ഞാനിപ്പോൾ ദൈവത്തോട് കാര്യം പറയാണ്, കർത്താവ് എനിക്ക് 25 നിലയുള്ള വലിയൊരു കൊട്ടാരം ലണ്ടനിൽ നാളെ തരണം, നാളെ തന്നെ വേണം. ബാവൻ 25 നിലയുള്ള കെട്ടിടം പോട്ടെ ലണ്ടനിൽ. ദൈവം കൽപ്പിക്കാതിരിക്കുക, ദൈവം കൽപ്പിക്കത്തുമില്ല, കിട്ടത്തുമില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, അവിടെ നീതിയില്ല. അപ്പം ദൈവത്തിന്റെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ്, ദൈവം ചിലപ്പോ ചില കാര്യത്തിൽ ദൈവത്തിന്റെ കരുണ വരെ പോസ്റ്റ്പോൺ ചെയ്യും. ദൈവത്തിന്റെ നീതി നിവർത്തിക്കുന്നതിന്. കാരണം തൻ്റെ പുത്രൻ ഗത്സമനായിൽ കവിണ് കിടന്ന് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ ദൈവം പുത്രനോട് കരുണ കാണിച്ച് ആ പാനപാത്രം മാറ്റിക്കൊടുത്താൽ ദൈവനീതി പിന്നെ അവിടെ നടക്കത്തില്ല. ഏത്? പാപം അറിയാത്തവൻ നാം തന്നിൽ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് നമുക്ക് വേണ്ടി ശാപമാക്കി മാറ്റുക എന്നുള്ള ദൈവത്തിന്റെ നീതിയുടെ പദ്ധതി അവിടെ നടക്കത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ നീതി നടക്കണമെന്ന് വരുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മേഴ്സിയെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. ക്യാൻസൽ ചെയ്യല്ല, ദൈവത്തിന്റെ മേഴ്സി പോസ്റ്റ്പോൺ ചെയ്ത് വെക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ദാറ്റ് മീൻസ് എൻഡ് ടൈം പ്രോഫസി എന്ന വിഷയം പറയുന്ന എല്ലായിടത്തും there was a presence of Satan. The next thing is, he also wants to work on it. Does God give him permission? In a lot many things gives him permission. ഏത് കാര്യത്തിലാ പെർമിഷൻ കൊടുക്കാത്തത്? ദൈവം പെർമിഷൻ കൊടുക്കാത്ത കാര്യങ്ങളല്ല, ദൈവത്തിന്റെ സെറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ സെറ്റ് പ്രോഗ്രാംസിന്, അത് ഇപ്പൊ എൻ്റെ ക്ലാസ് ഒരുപാട് കേട്ടുള്ളവർക്ക് ആ വേർഡ് നല്ലോണം അറിയാം. ടിക്കുഫ എന്ന് പറയും, TIKUFA, ടിക്കുഫ. ടിക്കുഫ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അപ്പോയിന്റഡ് പ്രോഗ്രാംസ് എന്നാണ്. ഗോഡ്സ് അപ്പോയിന്റഡ് പ്രോഗ്രാംസ്. ദൈവത്തിന്റെ അപ്പോയിന്റഡ് പ്രോഗ്രാംസ് എന്ന വിഷയം വരുമ്പോൾ സാത്താൻ എത്ര തടയാൻ വേണമെങ്കിലും തടഞ്ഞോളം പറയും. നീ നിന്റെ മാക്സിമം തടഞ്ഞു, പക്ഷെ പ്രോഗ്രാം നടന്നിരിക്കും. There is no doubt about it. There is absolutely no doubt about it. പ്രോഗ്രാം നടന്നിരിക്കും. അത് മാറ്റുവാൻ സാത്താനും പറ്റത്തില്ല, ദൂതന്മാർക്കും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. കാര്യം ദൈവത്തിന്റെ ടിക്കുഫായിൽപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ 2 കാര്യം കൂടെ മുഖവരിയായിട്ട് പറയാം. ഇത്രയെല്ലാം നിങ്ങളുടെ ഓർമ്മയിലിരുന്ന കാര്യം നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടവരാണ്. എൻ്റെ സ്ലോട്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അഡ്മ്യൂട്ട് ചെയ്ത് തരും. സുമീത്ത് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ഇപ്പം കുറിച്ച് വെക്കുന്ന ചോദ്യങ്ങൾ ഓരോരുത്തരായിട്ട് ഹാൻഡ് സിംബൽ കൊടുക്കണം, അതിനനുസരിച്ച് ചോദിക്കണം. എനിക്ക് ഇൻ ദി അൺലൈക്ക്ലി ഇവന്റ് ഓഫ് മീ നോയിങ് ദി ആൻസർ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇൻ ദി അൺലൈക്ക്ലി ഇവന്റ്, ഇനി അഥവാ അബദ്ധത്തിൽ എനിക്ക് മറുപടി അറിയാതിരിക്കട്ടെ, ഞാൻ പറയും. ഇല്ലെങ്കിൽ അറിയത്തില്ലെന്ന് നോക്കണം, അല്ലേ? അല്ലെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ചോദ്യത്തിനും മറുപടി അറിയാമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് നടക്കത്തില്ല. അപ്പൊ ഇനി ഞാൻ 2 കാര്യം കൂടെ പറയാൻ പോവാം. ഒന്നാമത്തെ കാര്യം നമുക്കതിന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം തന്റെ ദാസനായ അബ്രഹാമിനെ കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് അന്നത്തെ കനാൻ ദേശമായ ഇന്നത്തെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നിട്ട് ദൈവം അബ്രഹാമിന് ഒരു സ്കെച്ച് കാണിച്ചു, ഒരു ലാൻഡ്സ്കേപ്പിന്റെ സ്കെച്ച് കാണിച്ചു കൊടുത്തു. ലാൻഡ്സ്കേപ്പിന്റെ സ്കെച്ച് കാണിച്ചു കൊടുത്തിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക്
ശാശ്വതാവകാശമായിട്ട് ഞാൻ തരാൻ പോകുന്ന ലാൻഡ് ഇതാണ്. ദിസ് ഈസ് ദ ലാൻഡ് that I'm going to give you as a permanent possession of your children. നിന്റെ സന്തതിക്ക് ശാശ്വത അവകാശമായിട്ട് ഞാൻ തരാൻ പോവുക. എൻ്റെ ഈ സ്ക്രീൻ എല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സുമിത്, can everybody see it? Yes, sir. They all can see it. Okay, at least you can see it. Yes, sir. അപ്പോൾ പിന്നെ നമ്മളുടെ you don't know Malayalam. That's another problem. Okay, that's why I told you many times you have to learn Malayalam, didn't I? Yes, sir, you did. Okay, I will appoint a Malayalam teacher, tutor for you. Thank you. Wonderful. Now let's come back. ഇതിൻ്റെ ഈ മാപ്പിൻ്റെ ബോട്ടം നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് റെഡ് സീ കാണും അല്ലേ? ഡോണ്ട് യു സീ റെഡ് സീ ദയർ? യെസ്, റെഡ് സീ മുതൽ റൈറ്റ് സൈഡിൽ മേപ്പോട്ട് ലൈൻ പോവുകയാണ്, മുകളിലോട്ട് ആ ലൈൻ പോവുകയാണ്. ആ ലൈൻ എവിടം വരെയാ പോകുന്ന നോക്കിക്കേ. ലൈൻ ചെന്നിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ അവിടം വരെ എത്തും. ഇറ്റ് ഗോസ് ഓൾ ദ വേ അപ് ടു യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അവിടെ നിന്നത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഇറ്റ് കംസ് ഓൾ ദ വേ ഡൗൺ ടു ദ മെഡിറ്ററേനിയൻ. Then comes Zoar and Sidon. ആ Zoar and Sidon കഴിയുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ഡമാസ്കസ് കണ്ടോ? That Damascus is the capital of Syria. That means the entire Syria. Then താഴോട്ട് വന്ന് ഗാസ സ്ട്രിപ്പും കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ആ കാണുന്നത് സൈനായി പെനിൻസുല കാണുന്നുണ്ടോ? സൈനായി പെനിൻസുലയും കവർ ചെയ്യുന്ന ലാസ്റ്റ് വാസ്റ്റ് വൈഡ് സ്ട്രെച്ച് ഓഫ് ലാൻഡ്സ്കേപ്പ് ഈസ് ദി ഒറിജിനൽ പ്രോമിസ് ലാൻഡ്. ആ ഒറിജിനൽ പ്രോമിസ് ലാൻഡിൽ എന്തൊക്കെയുണ്ട്? ലുക്ക്, എ ലിറ്റിൽ പാർട്ട് ഓഫ് ഈജിപ്റ്റ് അവിടെ ഉണ്ട്, ദെൻ കമ്മിങ് ഓൾ ദ വേ അപ് ടു ഇപ്പം നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന അതുണ്ട്. ജെറുസലേമിന് നേരെ ചേർന്നായിട്ട് ചെറിയ ബ്ലൂ ലൈൻ പോകുന്നതാണ് റിവർ ജോർഡൻ എന്ന് പറയുന്നത്. റിവർ ജോർഡൻ. സുമിത്, പ്ലീസ് ഷോ ദം ദ റിവർ ജോർഡൻ. Okay, then a bit more above is the Golan Heights. Yes, thank you. It's the Golan Heights. ആ Golan Heights അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ a part of Iran, a part of Iraq. അന്ന് ഇറാഖ് ഇല്ല, ഇറാനേ ഉള്ളൂ, മീൻസ് നിലവിൽ വന്നിട്ടില്ല. ഇത്രയും വരുന്ന ഒരു വൈഡ് ലാൻഡ്. അതിലേതൊക്കെ എൻറ്റയർ സിറിയ ഉണ്ട്, entire Lebanon ഉണ്ട്, then a large part of Iraq ഉണ്ട്, going all the way up to Euphrates Tigris. ഇതാണ് the wide stretch of original landscape എന്ന് പറയുന്നത്. So please keep that in mind. When you have that picture in your mind, then what I'm trying to tell you, when the people of Israel invaded the promised land, that was 3,200 years ago. In 3,500 എന്ന് പറയാൻ പറ്റത്തില്ല, years ago അവർ ഇൻവേഡ് ചെയ്യുമ്പോൾ they invaded only a small part of it. That took Joshua 40 years to invade. 40 years കൊണ്ടാണ് ജോഷുവ അതിൻ്റെ കുറച്ചൊക്കെ ഇൻവേഡ് ചെയ്തത്. Then Joshua's time was over. He died. Then came the time of the judges. Most of them didn't have the charisma or capacity to invade the rest of the promised land. The promised land in ഒരു 10%, less than 10% in the hands of the people of Israel, another 90% still in the hands of the Gentiles. So it continued like that until the time of King David. King David in the കാലമായപ്പോൾ King David was the person who had the original map in his hands. അബ്രഹാമിന് ദൈവം കൊടുത്ത ഒറിജിനൽ ലാൻഡ് സ്കെച്ച് അങ്ങോട്ട് എടുത്തു. He found that, well,
We haven't reached anywhere near. We haven't reached anywhere near. So he set out and he started killing or fighting war against the enemies of Israel one after another. And most of the promised land, നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന most of the promised land, David was able to conquer. And especially Jerusalem, see where it is? Jerusalem he was able to conquer. Jerusalem താൻ കോൺകർ ചെയ്തു. എന്നിട്ട് അതിനെ ദാവീദിന്റെ നഗരമാക്കി ഇസ്രായേലിന്റെ ക്യാപിറ്റലാക്കി മാറ്റി. Then David's time was over. ഈ ഡേവിഡിന്റെ ടൈം കഴിഞ്ഞിട്ട് then what happened during the time of Solomon? Solomon only maintained it. Well and good, maintained it. And after Solomon, the kingdom divided. They began to lose the landscape one after another. By the time it was 586 BC, 586 BC, they lost the entire land of Israel. മുഴുവൻ നഷ്ടമായി പോയി. And then years later, 70 years later, they came back and little bit, they started conquer. Little bit, they started conquer. എന്നിട്ട് when that little piece was in their hands, came the Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരികയാണ് ആ ടൈമിൽ. ഇനി ഞാൻ ഈ എൻഡ് ടൈം പ്രോഫസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ സിമിൾട്ടേനിയസ് ആയിട്ട് പഠിച്ചു, ഒരേ സമയത്ത് പഠിച്ചു. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് the promised Mashiach and his appearances and what he is doing. The promised Mashiach, his appearances and what he is doing. വാഗ്ദത്ത മശിഹ തൻ്റെ പ്രത്യക്ഷതകൾ താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ സമയവും. Not that he is doing the same thing all the time. ഒരു കാര്യം. രണ്ടാമത്തെ, because Mashiach is the starting point. And the second thing is the nation Israel and the children of God, the church of God, what going to happen to us together? ഈ പലപ്പോഴും നമ്മളെയും അവരെയും രണ്ടായിട്ട് കാണുന്ന ഒരു സ്പ്ലിറ്റ് തിയറിയാണ് ഒരുപാട് പേർക്കും ഇഷ്ടം. അങ്ങനെ ചെയ്യരുത്. നമ്മളെയും അവരെയും രണ്ടായിട്ട് കാണരുത്. എന്തുകൊണ്ട് നമ്മളെയും അവരെയും രണ്ടായിട്ട് കാണരുത്? വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു പിക്ചർ ഇതാണ്. യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനവും അവരെ ഒരു ഒലിവ് മരമായിട്ട്, അതായത് ദൈവത്തിൻ്റെ നാച്ചുറൽ ഒലിവ് ട്രീ ആയിട്ട് കണ്ടിരിക്കുക. പക്ഷെ വാഗ്ദത്ത മശിഹ എന്ന് പറയുന്ന മശിഹായ്ക്ക് 2 ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ 2 മഷിയാക്കുണ്ട്. ദ ഫസ്റ്റ് മഷിയാക്ക് ദി അനോയിന്റഡ് കിങ്, അഭിഷക്ത രാജാവായ മഷിയാക്ക്. ആൻഡ് ദ സെക്കൻഡ് മഷിയാക്ക് ഈസ് മഷിയാക്ക് ദ സഫറിംഗ് സെർവൻറ്റ്, എൻ്റെ ദാസൻ കൃതാർത്ഥനാകും എന്ന് പറയുന്ന മഷിഹ എന്ന സഫറിംഗ് സെർവൻറ്റ്. അവർക്ക് എന്തുകൊണ്ടോ എന്നല്ല, അവർക്ക് സഫറിംഗ് സെർവൻ്റായ മഷിഹയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അനോയിന്റഡ് കിങ് ആയ മഷിഹയെ മാത്രമേ മനസ്സിലാക്കുവാൻ കഴിഞ്ഞുള്ളൂ. ബട്ട് അപ്പം അനോയിന്റഡ് കിങ് ആയ മഷിഹയെ മാത്രം നോക്കിയിരിക്കുകയും, ഇനി ഈ മഷിയാക്ക് ദി സഫറിംഗ് സെർവൻറ്റിനെ മനസ്സിലാക്കാതിരുന്ന് ചെയ്തപ്പോൾ ആ സഫറിംഗ് സെർവൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാതിരുന്ന ആ കൊമ്പുകളെ ദൈവം ഒടിച്ചു കളഞ്ഞു. അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. എന്നിട്ട് ആ സഫറിംഗ് സെർവൻ്റായ മശിഹായെ അംഗീകരിച്ച് എല്ലാവരെയും എന്തെന്നറിയാമോ, അവർ കാട്ടൊലിവാണ്. ആ കാട്ടൊലിവിനെ അവിടുന്ന് ഒടിച്ച് നാട്ടൊലിവിനോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടി? ഇനി ഇവിടെ സ്വാഭാവികമായി ബൈ നേച്ചർ എവിടുന്ന് വന്നു അവിടുത്തെ സ്വഭാവമേ കാണിക്കാൻ പാടുള്ളൂ. ഗ്രാഫ്റ്റിങ്ങിൽ അങ്ങനെയാണല്ലേ. ഒരു പ്ലാന്റിനെ നമ്മൾ ഒരിടത്തുനിന്ന് മുറിച്ചെടുത്ത് വേറൊരു പ്ലാന്റിനോട് ഒട്ടിച്ചാൽ അത് വന്നിടത്തെ സ്വഭാവം കാണിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞ് നിന്റെ വന്ന സ്വഭാവം കാണിക്കരുത്. എന്തേ കാണിക്കാവൂ? സ്വഭാവത്തിന് വിരോധമായി
അഗൻസ്റ്റ് ദ നേച്ചർ, നീ എന്ത് ചെയ്യണം? നിന്നെ എവിടെ കൊണ്ട് ഒട്ടിച്ചോ ആ നാട്ടൊലിവിന്റെ സ്വഭാവമേ കാണിക്കാവൂ. ഇനി നീ വലിയ വീമ്പിളക്കരുത്. കണ്ടോ, അമ്മാര് ഒടിച്ചു കളഞ്ഞു, ഇപ്പൊ എന്നെയാണ്, ഞാനാണ് ഇപ്പോഴത്തെ യഹൂദൻ, ഇപ്പം പുതിയ നിയമസഭയാണ് യഹൂദൻ. അതിനെപ്പറ്റി വ്യക്തമായൊരു വീഡിയോ തന്നെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞ് വിടും. അത് യഹൂദനാണ്, ജാതികളാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞു നടക്കുക ഓരോരുത്തർ. അല്ല, നമ്മളെ കൊണ്ടുവന്ന് ആ നാച്ചുറൽ ഒലിവിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള എല്ലാ സ്പിരിച്വൽ പൊട്ടൻഷ്യൽസും, നമ്മളുടെ എല്ലാ സ്പിരിച്വൽ സോഴ്സും എവിടെ നിന്നാണ്? നീ വേരിനെയല്ല, നിന്നെ അത്രേ ചുമക്കുന്നത് എന്ന് പറയുമ്പം നമ്മളുടെ സ്പിരിച്വൽ സോഴ്സസ് കേൾക്കണം. ഒന്ന്, സ്വർഗസ്ഥനായ ദൈവം, പിതാവായ ദൈവം. രണ്ട്, തൻ്റെ പുത്രനായ യേശു ക്രിസ്തു. മൂന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നാല്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. അഞ്ച്, പിതാക്കന്മാർ. ആറ്, ദൈവത്തിന്റെ തിരുവചനം. ഇത്രയും എവിടുന്നാ വരുന്നത്? ചിലർ വിചാരിക്കുന്നത് ഗ്രീസിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് പോയി ഗ്രീക്ക് പഠിക്കാൻ പോകുന്നത്. മറ്റു ചിലർ വിചാരിക്കുന്നത് അമേരിക്ക, അപ്പോൾ അവിടെ പോയി പഠിക്കാം, അവിടെ പോയി കുറച്ച് കൂടുതൽ പഠിക്കാന്നുണ്ട്, അമേരിക്ക പോവുക. അവിടെ നിന്നൊന്നുമല്ല വരുന്നത്. നോക്കിക്കേ, വളരെ ക്ലിയർ ആയിട്ട് റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുക. ഇതെല്ലാം 11-ാം അധ്യായത്തിൽ പറയുക. ഇതെല്ലാം എവിടുന്നാ വരുന്നത്? പിതാക്കന്മാർ അവർക്കുള്ളത്, പിന്നെ തിരുവെഴുത്തുകൾ അവർക്കുള്ളത്, ഇനിയും വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്, ഇനിയും വാഗ്ദത്ത പ്രകാരം ക്രിസ്തുവും അവരിൽ നല്ലോ വരുന്നത്. യഹൂദന് ദൈവം കൊടുക്കാത്ത ഒന്നും നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ടു ദ ജ്യൂസ് ആൻഡ് ദെൻ ടു ദ ജെന്റൈൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടു ദ ജ്യൂസ്, ആദ്യ യഹൂദനും പിന്നെ യവനും എന്ന് പറയുന്നത്. ആദ്യ യഹൂദനും പിന്നെ യവനും എന്ന് പറയുന്നത്. അപ്പം എൻഡ് ടൈം പ്രോഫറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ നോക്കിക്കോണേ, നമ്മളും അവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഫുൾഫിൽഡ് ആകേണ്ട വാഗ്ദത്തങ്ങളാണ് എൻഡ് ടൈം പ്രോഫറ്റ്സിൽ. ആദ്യം ഞാൻ പറഞ്ഞു അപ്പിയറൻസ് ഓഫ് മഷിയാക്ക്. രണ്ടാമത് പറഞ്ഞ ഏതാണ്? നമ്മൾ യഹൂദനും കൂടെ ഒരുമിച്ച് ചേർന്ന് ഫുൾഫിൽഡ് ആകേണ്ട വാഗ്ദത്തങ്ങൾ. ആൻഡ് the third thing is what could I say, the machinations, the work or the tactics of the devil. സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ളത്. ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് എൻ്റെ PPT എല്ലാം തയ്യാറാക്കി വെച്ചത് സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. സാത്താൻ എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ പറ്റിച്ച് എതിർ ക്രിസ്തുവായിട്ട് മാറുന്നത്, അതിനെപ്പറ്റി ക്ലാസ് എടുക്കാനാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. Then I thought, ഈ സാത്താനെ പറ്റി എപ്പോഴും പറയുന്നത് പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അത്. കാര്യം ഇവൻ വിചാരിക്കും എനിക്ക് ഇവനെ വലിയ ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ ഭാവിയോൻ കുത്തിയിരുന്നാണ് എൻ്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിക്കുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ കേമനാകണ്ട. അതുകൊണ്ട് ആദ്യം നമ്മുടെ കർത്താവിൻ്റെ കാര്യവും അത് കഴിഞ്ഞ് നമ്മുടെ കാര്യവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഈ സമയം അവനോട് കൊടുക്കാം. അങ്ങനല്ലേ ബിജുകുലഹന്നൻ പാസ്റ്റർ ചെയ്യേണ്ടത്? കറക്റ്റ് ഉണ്ടോ? പാസ്റ്ററിനെ ലാസ്റ്റിലെ സമയം അവന് കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ആദ്യത്തെ സമയം ഒന്ന് മുഴുവൻ പുള്ളിക്ക് വീതിച്ച് കൊടുത്ത് അങ്ങനെ അവനെ ഒത്തിരി അങ്ങ് ആളാക്കണ്ട. അതുകൊണ്ട് ആ പുള്ളി അവിടെ നിൽക്കട്ടെ, ഒരു ശാലം കൊണ്ട് നിൽക്കട്ടെ. ലെറ്റ് ഹിം വെയിറ്റ് ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. സോ ദ ലാസ്റ്റ് തിങ് ഈസ് ഹൗ ഡസ് ദ ഡെവിൾ ഡിസീവ്. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഞാൻ പറഞ്ഞു, ആ വാഗ്ദത്ത ഭൂമിയിൽ ഇതുവരെ ജനം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ യഹൂദനുള്ളത് ഒരു ചെറിയ പാർട്ട്. If I say 20%, it could be hardly correct. Not completely, കേട്ടോ. അപ്പം വാഗ്ദത്ത ദേശത്തിന്റെ ഒറിജിനൽ പ്രോമിസ് ലാൻഡിന്റെ ഒരു 20% ഉണ്ട് യഹൂദന്റെ എന്ന് പറഞ്ഞാൽ, വെൽ, ദാറ്റ് ഇസ് തിങ്കബിൾ. പക്ഷെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുമ്പോഴേക്ക് 100% ലാൻഡും യഹൂദന്റെ കയ്യിൽ ആകണം.
ആയേ പറ്റത്തുള്ളൂ. There is no doubt about it. But current situation since 1948 has been against the Jews. ആ പ്രപ്പോസിനെ അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ പോകണേ. അങ്ങോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് മഷിയായ്ക്ക് അപ്പിയറൻസ് എന്നുള്ള വിഷയത്തിലേക്ക് ഓടിയൊന്ന് വരാം. മഷിയായ്ക്ക് അപ്പിയറൻസ് എന്ന വിഷയത്തിലേക്ക് ഓടിയൊന്ന് വന്നിട്ടേ നമുക്ക് തിരിച്ചിവിടെ വന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം കയ്യിലുള്ളവര് എബ്രായ ലേഖനത്തിലേക്ക് വന്നാട്ട്. എബ്രായ ലേഖനം എവിടെയാന്ന് അറിയാവുന്നവർ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. യെസ്, എബ്രായ ലേഖനം 9-ാം അധ്യായം. എബ്രായ ലേഖനം 9-ാം അധ്യായം. യെസ്, നമുക്ക് നോക്കാമേ. ആദ്യം അതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് വായിക്കണ്ടേ. ആദ്യം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സോ ദ ഫസ്റ്റ് അപ്പിയറൻസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഭൂമിയിൽ വന്നപ്പോൾ പേര് ലഭിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യഹോശുവ ഹമശിയാക്ക്, അതാ തൻ്റെ പേര്. താന് കാലസമ്പൂർണത വന്നപ്പോൾ, ദാറ്റ് മീൻസ് അറ്റ് ദ റൈറ്റ് അപ്പോയിന്റഡ് ടൈം. ആ കാലസമ്പൂർണത എന്നുള്ള വാക്ക് ഹീബ്രുവിൽ എഴുതിയാൽ എങ്ങനെ വരും? അറ്റ് ദി ടിക്കുഫ. കാലസമ്പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതോടെ കാലം മുഴുവൻ സമ്പൂർണമായി എന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ടിക്കുഫ വന്നപ്പോൾ. അങ്ങനെ കറക്റ്റ് എഴുതിക്കേ. സിജെ തോമസ് അവിടെ ഒന്ന് വരച്ചിട്ടെ അതിൻ്റെ സൈഡിലായിട്ട് TIKUFA, ടിക്കുഫ എന്ന് പറഞ്ഞാൽ ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം വന്നപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഇവിടെ വന്ന് ഈ ഭൂമിയിൽ വന്നു. What was the purpose? That was the first appearance. What was the purpose? ആ വരവിൻ്റെ പേർപ്പസ് എന്തുവായിരുന്നു? സിമ്പിൾ. കാലസമ്പൂർണ്ണ വന്നപ്പോൾ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. The purpose was that through his atonement the entire world may get remission of the sin. ലോകത്തിന് മുഴുവനും തൻ്റെ ഏകയാഗം കൊണ്ട് സൽഗുണ സമ്പൂർത്തി വരുത്തുക എന്ന പേർപ്പസോടുകൂടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വന്നു. That is his first purpose. Then what is happening now? വന്നു നടക്കത്തില്ല. ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് ക്രൂശിൽ കയറ്റുകയും ചെയ്തു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്നിട്ട് വന്ന കാര്യം നടക്കത്തില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോയേക്കാം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല, കാരണം കൊണ്ടല്ല തിരിച്ചു പോയത്. On the other hand, he accomplished every single item of requirement necessary for bringing complete salvation to human being. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ പരസ്യമായി നിർത്തി. ഏകയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് സൽഗുണ സമ്പൂർത്തി വരുത്തിയ ശേഷം ഇന്നും വിശ്വസിക്കുന്ന കോടാനുകോടി ആളുകളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. I was going through the last statistics of it. I couldn't believe it. ഇപ്പോഴും എനിക്ക് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അറിയാമോ? 1 മിനിറ്റിൽ വേൾഡ് വൈഡ് 6 പേര് രക്ഷയുടെ അനുഭവത്തിൽ വരുന്നുണ്ട്. 1 മിനിറ്റിൽ. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര പേര് വന്നു? അനുസാറിന്റെ കണക്കറിയാവുന്നു. സാറ് കൂട്ടി പറഞ്ഞു. 1 മണിക്കൂറിൽ 1 ദിവസം എത്ര പേര് വന്നു? ഒരാഴ്ച, 1 മാസം, 1 വർഷം എത്ര പേര് വന്നു? അതുപോലെ ആളുകൾ താൻ ഒരിക്കൽ കഴിച്ച യാഗത്തിന്റെ ഇഫക്റ്റിൽ
കാൽവറിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് കഴിഞ്ഞ 2000 വർഷമായി കോടാനുകൂടി ആളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. That is still continuing. That is still continuing uninterrupted. ഇനിയും അത് കഴിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ അതേ പുസ്തകത്തിൻ്റെ തന്നെ 11ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളാടുകളെയും രക്തത്താലല്ല, സ്വന്തം രക്തത്തെ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇനി നമുക്കതിൻ്റെ 23ാമത്തെ വാക്യത്തിലാകിയാൽ സ്വർഗത്തിലുള്ള പ്രതിബിംബങ്ങളെ ഇവയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം, സ്വർഗീയമാവയ്ക്കോ ഇവയാൽ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ ബന്ധത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. സ്വർഗത്തിൽ ഒരു ഒറിജിനൽ ദേവാലയമുണ്ട്. ഒറിജിനൽ. ഒരു അസേറിയൻസിനും ഒരു ബാബിലോണിയൻസിനും ഒരു റോമൻസിനും ഇടിച്ചു കളയാൻ കഴിയാത്ത ഒരു ഒറിജിനൽ ദേവാലയം സ്വർഗത്തിലുണ്ട്. ആ ഒറിജിനൽ അത് കൈപ്പണിയല്ലാത്തതാണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെ രക്തം കൊണ്ട് ഭൂമിയിലെ പുരോഹിതൻ കൈപ്പണിയായ ക്ഷേത്രത്തിൽ പോയി, വിശുദ്ധ സ്ഥലത്ത് പോയി പാപപരിഹാരം വരുത്തുമ്പോൾ, ഈ മഹാപുരോഹിതൻ, വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ എന്ത് ചെയ്തു? സ്വന്തം രക്തം കൊണ്ട് ജനത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എവിടെ പ്രത്യക്ഷനായി? സ്വർഗത്തിലെ യാഗപീഠത്തിൻ്റെ അവിടെ പ്രത്യക്ഷനായി. അപ്പോ ഇപ്പൊ ഈ നമ്മുടെ മഹാപുരോഹിതൻ എവിടെ നിൽപ്പുണ്ട്? സ്വർഗത്തിലെ യാഗപീഠത്തിൽ പ്രത്യക്ഷനായി നിൽക്കുക, ശുശ്രൂഷ ചെയ്യുക. എന്താ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിശ്വസിക്കുന്ന ഏവരും സ്വന്തം രക്തം കൊണ്ട് നീതീകരിക്കപ്പെടുന്നതിന് അവർക്ക് വേണ്ടി നീതീകരണത്തിന്റെ ശുശ്രൂഷ, ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്തത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് പറയുന്നത് 3ാമത്തെ പ്രത്യക്ഷതയാണ്. പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് പറയുന്നത് 3ാമത്തെ പ്രത്യക്ഷതയാണ്. ഓക്കെ, അപ്പൊ 3 പ്രത്യക്ഷതയും പർപ്പസ് മനസ്സിലായല്ലോ. 1ാമത്തെ പ്രത്യക്ഷത എന്തായിരുന്നു? ഏകയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് സൽഗുണ സമ്പൂർത്തി വരുത്തുന്നതിനാണെങ്കിൽ, 2ാമത്തെ പ്രത്യക്ഷതയോ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നെങ്കിൽ, 3ാമത്തെ പ്രത്യക്ഷതയോ, 3ാമത്തെ പ്രത്യക്ഷത എന്തിനാണ്? 3ാമത്തെ പ്രത്യക്ഷത തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷ. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷ എന്ന് പറയുമ്പം 2 കൂട്ടര കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഒന്ന്, പുതിയ നിയമസഭയായ നമ്മളും ദൈവത്തിന്റെ ഭവനക്കാരായ യഹൂദന്മാരും. ഈ 2 പേരാണ് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഈ 2 പേർക്കും ഒരുപോലെ രക്ഷ വരുത്തണം. ഇത്രയുമാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനിയും പ്രോഫസീസ് ബീങ് ഫുൾഫിൽഡ് എന്ന വിഷയത്തിലേക്ക് വരാൻ പോവാണ്. പ്രോഫസീസ് ബീങ് ഫുൾഫിൽഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പോയിന്റോടെ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് വിട്ടുതരാണ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് വേണ്ടി. കാര്യം ഒരുപാട് ചോദ്യം, ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള പ്രിമിസസ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ തുറന്നു വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്പർ 1, ഞാൻ ആദ്യം ഒരു മാപ്പ് കാണിച്ച് ഓർക്കുന്നുണ്ടോ? അല്ലേ, ചിലർക്കാണ് ഈ മാപ്പ് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ദേഷ്യം. ഷൈനി സിസ്റ്റർ പറയുന്നത് ഇങ്ങനെ കൂടെ മാപ്പ് കാണിക്കാമെങ്കിൽ ഞങ്ങൾ ഒരു കാരണത്തിന് സാറിന് മാപ്പ് തരത്തില്ലെന്നാണ്. ഇല്ല, ഇങ്ങനെ എല്ലാ ദിവസവും മാപ്പ് കാണിക്കുന്നത് എന്തോടെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോഴേ കുന്തം കാണുന്ന ദേഷ്യമാണ്. ഇനിയും കാണണ്ടല്ലോ എന്നിരുന്നപ്പോഴാ പാവിയോൺ സാറിൻ്റെ ബൈബിൾ ക്ലാസ് വന്നത്. മാപ്പേ മാപ്പേ മാപ്പേ. ഓക്കെ, അതുകൊണ്ട് ഞാൻ 2 കാണിക്കുന്നല്ലോ, ഓർത്തോണം. ആ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ ലാൻഡ്
ഇസ്രയേലിൽ തിരിച്ചു വരണം. ഓക്കെ, ഇസ്രയേലിൽ തിരിച്ചു വരുന്നതിന് വേണ്ടി യാതൊരു സാധ്യതയും 1948 ശേഷമുള്ള ഇന്റർനാഷണൽ സിനോറിയോയിലില്ല. പക്ഷെ തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ, വന്നേ പറ്റത്തുള്ളൂ, വന്നേ പറ്റത്തുള്ളൂ. ഇത് ദൈവത്തിൻ്റെ ഒരു സ്ഥായിയായ സ്വഭാവം ഇസ്രയേലിനെ സംബന്ധിച്ചുകൊണ്ട് കേട്ടോ. നമ്മൾ ചരിത്രം മുഴുവൻ പഠിക്കും. ഇസ്രയേലിന്റെ ചരിത്രം ആദ്യം മുതൽ പഠിക്കുമ്പോൾ, ഏത് മുതൽ? ഈജിപ്തിൽ വെച്ചാണ് ഒരു രാജ്യമായിട്ട് മാറുന്നത്. അവിടെ മുതൽ പഠിക്കുമ്പോൾ ദൈവത്തിന് ഒരു ദൈവപ്രവൃത്തി ഇസ്രയേലിൽ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, അതിന് ചുറ്റുമുള്ള കുറച്ചങ്ങോട്ട് മാറി ഉള്ള സ്ഥലങ്ങളിൽ ദൈവം തമ്പുരാൻ കൊണ്ട് ബോംബിടും. ലിറ്ററലായിട്ട് എടുക്കരുത് പ്ലീസ്. അപ്പം ചോദിക്കും, ക്രിസ്ത്യാനികളുടെ ദൈവം ബോംബുണ്ടാക്കാൻ പോവുകയാണോന്ന്. അങ്ങനെ എടുക്കരുത്. ദൈവം പറഞ്ഞത്, ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. എവിടെ? ഹഗായിയുടെ പ്രവചനം. ഞാൻ സകല ജാതികളെയും ഇളക്കും. ഇളക്കുമ്പോൾ എന്തോ പറ്റും? സകല ജാതികളുടെയും മനോഹര വസ്തു വരും. ഇസ്രയേലിൽ മനോഹര പ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ, ഇസ്രയേലിൽ ഒരു, if God wants to do a wonderful work in Israel, what does he do? ദൈവം അവിടെ അല്ല ഡയറക്റ്റ് പ്രവർത്തിക്കുന്നത്, അതിന് ചുറ്റും വേറൊരിടത്ത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവം പ്രവർത്തിക്കും, ഞങ്ങളുടെ നിന്ന് പോകും. ഇസ്രയേലി ഒറിജിനൽ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കാൻ പോയാൽ പിന്നെ എന്തോ ഇല്ല, പിന്നെ സിറിയ ഇല്ല. ഭൂപടപ്പിൽ അങ്ങനെ എഴുതാൻ സ്ഥലം കാണത്തില്ല. ലെബനോൺ എന്ന് എഴുതാൻ കാണത്തില്ല. സൈനാറ്റിക് പെനിൻസുല എന്ന് പറഞ്ഞ് എഴുതാൻ കാണത്തില്ല. ഇപ്പൊ എഴുതി വരുന്ന ഒരുപാട് സംഗതിയിലും പിന്നെ അവിടെങ്ങും കാണത്തില്ല. അപ്പോ ഇസ്രയേൽ അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഞാൻ ഫ്യൂ മിനിറ്റ്സ് നിർത്താം കേട്ടോ. നിങ്ങളുടെ മുഖഭാവം വളരെ രൂക്ഷമായിരിക്കുന്നു എനിക്ക് മനസ്സിലായി. അനീഷ് പാസ്റ്റർ പോലും ഇന്ന് വളരെ രൂക്ഷമായിട്ടാണ് നോക്കുന്നത്. ഇത്രയും ക്രൂരമായിട്ടാണ് ഞങ്ങളോട് ഇടപെടുന്ന നോക്കിയാൽ. ഓട്ടെ, നമുക്ക് പഠിക്കണ്ടായോ? അപ്പം ഇസ്രയേല് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഇസ്രയേലിന് 100% സപ്പോർട്ട് കൊടുത്തുണ്ട്. ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു സാധനം കയറി വരും. ഈ കയറി വന്നുള്ള കുഴപ്പം എന്നറിയോ? അവരുടെ ചില പ്രസിഡന്റുമാരെ ഇവർക്ക് കയ്യിലെടുക്കാം. എൻ്റെ കഴിഞ്ഞ ടോക്ക് ഷോയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വെബിനാറിലൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ എല്ലാവരെയും കയ്യിലെടുക്കാൻ ഒക്കത്തില്ല. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു ട്രംപനുണ്ട്. ഈ ട്രംപിനെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാരണം ഇയാളെ ദൈവം കരങ്ങളിലെടുത്തതുപോലെ, ശ്രദ്ധിച്ചോണം, ദൈവം കരങ്ങളിലെടുത്തതുപോലെ ഇയാൾ ഇസ്രയേൽ ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. ഇസ്രയേൽ രാജ്യം ഫോം ചെയ്യപ്പെടുമ്പോൾ യെരുശലേം അവരുടെ കയ്യിലില്ല. അത് കഴിഞ്ഞ് 67 വോറിൽ അവർ യെരുശലേമിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്തു, യുദ്ധം ചെയ്ത് പിടിച്ചെങ്കിലും അവർക്ക് ക്യാപിറ്റൽ ആക്കാൻ പെർമിഷൻ കൊടുത്തില്ല. ഇസ്രയേൽ രാജ്യം ഫോം ചെയ്തപ്പെട്ട് ഓരോ 70 വർഷം കഴിയുമ്പോഴും, ഇസ്രയേലിന്റെ ചരിത്രം ശ്രദ്ധിച്ചോണം, ഓരോ 70 വർഷം കഴിയുമ്പോഴും ഒരു വ്യക്തമായ ദൈവപ്രവൃത്തി ഇറങ്ങി വരും. ദി എൻറ്റയർ ഹിസ്റ്ററി ഓഫ് ഇസ്രയേൽ ശ്രദ്ധിച്ചോണം. ഇൻ എവറി 70 ഇയർ, ഒരു 70 ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കും. ഇസ്രയേൽ രാജ്യം ഫോം ചെയ്യപ്പെട്ടു, 70 വർഷമാകാൻ പോവാ. 2018 70 വർഷമാകുമ്പോൾ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്യണം. ദൈവം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായി അന്നിരുന്ന ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു, യെരുശലേം ഇസ്രയേലിന്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ പോയി അമേരിക്കയുടെ എംബസിയും പ്രതിക്കാൻ പറഞ്ഞു. എങ്ങനാ ചെയ്യുന്നത് മനസ്സിലായോ? പ്രവചന നിവൃത്തീകരണം. ഇതേ ട്രംപ് വീണ്ടും തിരിച്ചു വരും. ആർക്കറിയാം? സാത്താൻ അറിയാം. എങ്ങനെ അറിയാം?
സ്വർഗത്തിൽ ഡിസ്കഷൻ നടക്കുന്നതിന് ആദ്യം പറഞ്ഞതാ. അപ്പൊ ട്രംപ് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒറിജിനൽ ലാൻഡ്സ്കേപ്പ് ഇസ്രയേലിന് കിട്ടും. ഒറിജിനൽ ലാൻഡ്സ്കേപ്പ് ഇസ്രയേലിന് കൊടുക്കണമെന്ന് ട്രംപ് പറഞ്ഞാൽ പിന്നെ എതിര് പറയേണ്ടത് ആരാന്നറിയാമോ? യൂറോപ്യൻ യൂണിയനും നാറ്റോയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ രാജ്യങ്ങൾ കിടന്ന് എന്തെങ്കിലും ബബ്ബ അടിക്കാമെന്നല്ലാതെ ട്രംപിന്റെ നേരെ നിന്ന് ഒരു വാക്ക് പറയാൻ, ഒന്ന് ഇവർക്ക് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല, രണ്ട് മിലിറ്ററി കപ്പാസിറ്റി ഇല്ല, മൂന്ന് സ്ട്രാറ്റജിക്കായ കപ്പാസിറ്റി ഇല്ല. അപ്പൊ ട്രംപ് വരുമ്പോൾ എന്തോ പറ്റും? ഒറിജിനലാണ്ട് തിരിച്ചു പോകും. അങ്ങനാണെങ്കിൽ അമേരിക്കൻ ഡിസിഷൻസ് ലോകത്തിൽ നടക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോണം, അമേരിക്കൻ ഡിസിഷൻസ് ലോകത്തിൽ നടക്കരുത്. ലോകത്തിൽ നടക്കാതിരിക്കുന്നതിന് വേണ്ടി ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ കാലത്ത്, അതും ദൈവത്തിന്റെ പ്ലാനായിരുന്നു, ട്രംപ് പ്രസിഡന്റ് അല്ലായിരുന്ന കാലത്ത് എന്തെന്നറിയാമോ? യാതൊരു വഹിക്കും കൊള്ളാത്ത ഒരു 10 പേരങ്ങ് കൂടി എന്തെന്നറിയാമോ? ഒരു വലിയ യുണൈറ്റഡ് നേഷൻസ് അങ്ങ് ഉണ്ടാക്കി. ആ യുണൈറ്റഡ് നേഷൻസിന്റെ പേരെന്തെന്നറിയാമോ? ആ യുണൈറ്റഡ് നേഷൻസിന്റെ പേരാണ് ബ്രിക്സ് എന്ന്. ബ്രിക്സ്. ഞാനിപ്പം നിങ്ങൾക്ക് ആ ബ്രിക്സുകാരുടെ പേരൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ കേട്ടോണം, ഇവന്മാരെ എന്തോ ഇതിന് കൊള്ളാമെന്ന്. അപ്പം ഞാൻ ഈ പേര് കേൾക്കുമ്പോൾ വായിച്ചേക്കും, നിങ്ങൾ കേട്ടോണം. ഒന്നാമത്തെ നമ്മുടെ വിശ്വഗുരുവാണ് ഇന്ത്യ. ഒന്നാമത്തെ അല്ല കേട്ടോ, ഒന്നാമത്തെ ബ്രസീലാണ്. ബ്രസീൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കൊടുക്കാൻ തട്ടിക്കൊണ്ട് നടന്നോളൂ. രണ്ടാമത്തെ ചൈന, മൂന്നാമത്തെ ഈജിപ്റ്റ്. അവർ പറഞ്ഞ ലോകം മുഴുവൻ വിറയ്ക്കും കേട്ടോ. നാലാമത്തെ എത്തിയോപ്യ. എത്തിയോപ്യ എന്ന് കേട്ടാൽ വിറയ്ക്കാത്ത ആര് ഈ ലോകത്ത് ബാക്കിയുണ്ട്? അഞ്ചാമത്തെ ഇന്ത്യ. ആറാമത്തെ ഇന്തോനേഷ്യ. എന്തോ മഹാസാമ്രാജ്യത്തെ ശക്തിയാണെന്നറിയാമോ? ഇനി ആറാമത്തെ ഇറാൻ. അടുത്തത് റഷ്യ. ഇങ്ങനെ വിരട്ടി നിൽക്കുക. അടുത്തത് സൗത്ത് ആഫ്രിക്ക. അമ്മ കുറെ വിരട്ടി ഇസ്രയേലിന്റെ വിരട്ടി നമ്മൾ കണ്ടതാണ്. അടുത്തത് UAE ഉണ്ടല്ലോ. ഒരു പേര്, ഒരാൾ പേര് മറന്നുപോയെന്ന് തോന്നുന്നു, ഞാൻ എഴുതി തോന്നുന്നു. സൗദി അറേബ്യ. ഞാനതോ വിട്ടുപോയെങ്കിൽ ഓക്കെ, പ്ലീസ് ടേക്ക് ഇറ്റ്. സൗദി അറേബ്യ. ഇത്രയും കക്ഷികൾ കൂടി എന്തോ എന്നറിയാമോ? ഒരു ഇഷ്ടികക്കൂട്ടം ഉണ്ടാക്കി. അങ്ങനെ പറയുന്നില്ല നല്ലത്? ഒരു ഇഷ്ടികക്കൂട്ടം. അവർ തന്നെ ഇട്ട പേരാ ബ്രിക്സ് എന്ന്. ഞാനിനി അവരെ കളിയാക്കി നിങ്ങൾ ആരും പറഞ്ഞോളരുത്. അവർ തന്നെ അവർക്കിട്ട പേരാ ബ്രിക്സ് എന്ന്. ഇഷ്ടികക്കൂട്ടം ഉണ്ടാക്കി. ഇഷ്ടികക്കൂട്ടം ഉണ്ടാക്കിയിട്ട് അവരെന്തെന്നറിയാമോ? അത് മാത്രമല്ല, അവരുടെ ബ്രിക്സ് കറൻസി ഉണ്ടാക്കി. എന്തിനു വേണ്ടി? US ഡോളർ വാമ്പറയടാ, US ഡോളർ വാമ്പറയടാ. അവര് ബ്രിക്സ് കറൻസി ഉണ്ടാക്കി. ഈ സമയത്തൊന്നും ആരില്ല ലോകത്തിന്റെ വേൾഡ് ഫേസിൽ? ഡൊണാൾഡ് ട്രംപ് ഇല്ല. മനസ്സിലായോ? ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കക്ഷിയാണ്, പലസ്തീന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു ബൈഡനാ ഉള്ളത്. അപ്പോ 2019 ഇവർ നിലവിൽ വന്നു. 2009 ആര് നിലവിൽ വന്നു? ബ്രിക്സ് നിലവിൽ വന്നു. ബ്രിക്സ് നിലവിൽ കൊണ്ടുവന്ന ആരുടെ പേർപ്പസ് ആണ്? ദ പേർപ്പസ് ഓഫ് ദ ഡെവിൾ. എന്തിനു വേണ്ടി? അമേരിക്കയും അതുവഴി യൂറോപ്യൻ യൂണിയനെയും അതുവഴി നാറ്റോയെയും അതുവഴി ഇന്ത്യ ആൻഡ് ഇസ്രയേലിനെയും നിഷ്പ്രഭമാക്കുക. അങ്ങനെ ഒരു വലിയ പദ്ധതിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനാശകാലേ വിപരീത ബുദ്ധി. അങ്ങനെ കേട്ടില്ലല്ലോ ലെസ്ലി പാസ്റ്ററെ? വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ എന്തെന്നറിയാമോ? 2023 ഒക്ടോബർ മാസം 7-ാം തീയതി പാട്ടുപാടാൻ പോയ ഇസ്രയേലിലോട്ട് കയറി ഒരു ഭയങ്കര ബോംബാക്രമണവും, പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവുകയും കൊച്ചുങ്ങളെ പിടിച്ചോണ്ട് പോവുകയും ലോകം മുഴുവൻ അങ്ങ് വീഡിയോ പ്രചരിപ്പിക്കുക. അപ്പോഴത്തേക്ക് ലോകത്തുള്ള മുഴുവൻ ക്യാപിറ്റൽസും, ലണ്ടൻ, പാരീസ്, വിയന്ന എന്ന് തുടങ്ങിയ ലോകം മുഴുവനുള്ള ക്യാപിറ്റൽസിൽ, നമ്മുടെ കോഴിക്കോട് വരെ എന്തോ ഒരു കമാസ് അനുകൂലം കൂട്ട് പാത്ത് എന്ന് വേണ്ട. നമ്മളിപ്പം ജയിച്ചു കഴിഞ്ഞു.
കൊള്ളാമല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? നെതന്യാഹു എന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് പ്രോമിസസ്, കേട്ടോണം, വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസനായ നെതന്യാഹു, കേട്ടല്ലോ. കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ സൈറസിനെ പറ്റി പറഞ്ഞത് യഹോവയുടെ അഭിഷക്തൻ എന്ന, അല്ലേ? സൈറസിനെ കോരേശ് രാജ എന്റെ അഭിഷക്തൻ എന്ന, എന്റെ അഭിഷക്തനായ കോരേശ് എന്ന് പറഞ്ഞ പോലെ മൈ മാൻ ഓഫ് പ്രോമിസസ്. ആര്? ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു എന്നറിയാമോ? പെയ്യെ പണ്ട് അബ്രഹാം വരച്ച ചാർട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ. ആ ചാർട്ടിങ് എടുത്തു. ആ ചാർട്ടിങ് എടുത്തിട്ട് നിവർത്ത് നോക്കിയിട്ട് പറഞ്ഞു, ആ ഇവിടെ പലസ്തീനും ഗാസായും കീസായും കൂസായും ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഞങ്ങളുടെ ദൈവം കൊടുത്ത, ദൈവം സൃഷ്ടിച്ച ഒറിജിനൽ ലാൻഡ് മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കുവാന്ന് പറഞ്ഞ പോലെ സ്കെച്ച് അങ്ങോട്ട് വരച്ച് അമേരിക്കൻ പ്രസിഡന്റ് കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. തുടങ്ങിയേക്കാൻ പറഞ്ഞു. ആ പണി ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തുറന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ വർക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോപ്പിക്സ് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങൾ എന്നാണ്. ഞാൻ ഒരെണ്ണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു. ബാക്കി മുഴുവൻ എൻ്റെ ഇൻട്രഡക്ഷൻ ആയിരുന്നു. ആ ഇൻട്രഡക്ഷൻസ് അത്രയും മനസ്സിലായില്ലെങ്കിൽ ഈ ടോപ്പിക്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് അനുവദിച്ച, അല്ലെങ്കിൽ വിൽസൺ കർവൽ പാസ്റ്റർ എനിക്ക് അനുവദിച്ച എൻ്റെ സമയം ഇതോടെ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള ടൈമാണ്. ഓരോരുത്തരായിട്ട് നിങ്ങൾ ഹാൻഡ് സിമ്പിൾ കാണിക്കും. ബദർ സുമിത്, ആസ് ദേ ഷോ ദ ഹാൻഡ് സിമ്പിൾ, പ്ലീസ് അൺമ്യൂട്ട് ദം so that they can ask the question. If you unmute every one of them will ask questions together and it will be a disturbance. So നിങ്ങൾക്ക് ചോദ്യം ചോദിക്കണം എന്നുള്ളവർ ഹാൻഡ് സിമ്പിൾ കാണിച്ചാൽ സുമിത് will unmute you, then you can ask me questions. Is that okay, Pastor Wilson Kadabal? പക്ഷേ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചിട്ട് വേണോ അതോ പിന്നെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? That is your decision. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാന്നല്ലേ. കാര്യം ചിലപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണത്തില്ലായിരിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞാൻ ലെറ്റ് മീ ആസ്ക് ഉലയന പാസ്റ്ററെ പ്രാർത്ഥിക്കാം. Pastor Biju Lahanan, please get unmuted. Pastor, the hand symbol കാണിച്ചേ, so that Sumit may recognize you. Pastor Biju Lahanan, please show the hand symbol so that Sumit can recognize you. ഇപ്പായി. Yes. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം കർത്താവേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പഠിപ്പാൻ, പ്രത്യേകിച്ച് അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പഠിപ്പാൻ അവിടുന്ന് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൂടെ യാഗം ആവശ്യമില്ല. അതിനായി ഒരിക്കലായിട്ട് ഞങ്ങളുടെ യേശു ഈ ലോകത്ത് വന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ദൈവമേ, ആ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തിലൂടെ ഞങ്ങൾക്ക് ഒരുക്കിയ രക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവേ, തൻ്റെ ആമയും വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി കടന്നു വരുന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോക സംഭവങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കേൾപ്പാനിടയായി തീർന്നല്ലോ. ഇസ്രായേലിന്റെ കർത്താവെ നടക്കുന്ന സംഭവങ്ങളൊക്കെയും ആ പ്രവചന നിവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഞങ്ങൾക്ക് വചനത്തിലൂടെ പഠിപ്പാൻ അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇസ്രായേലിന് കൊടുത്തതായ ആ സമ്പൂർണമായ ലാൻഡ് അവരുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം കർത്താവെ, അത് അന്ത്യകാല സംഭവങ്ങളുടെ ഭാഗമാണല്ലോ. ആ കാര്യങ്ങളൊക്കെ പഠിപ്പാൻ അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങനെ ആ തിരുവചനത്തിലെ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പഠിപ്പാനും ആ വചന സത്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുവാനും അത് കർത്താവെ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും അവിടുന്ന് ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബാബുജാൻ പാസ്റ്റർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന വചനം പഠിപ്പിപ്പാൻ അവിടുന്ന് കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ഹോസ്റ്റ് ചെയ്യുന്ന വിൽസൺ കടവൽ പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു.
അദ്ദേഹത്തിന്റെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഈ ക്ലാസ്സിൽ ചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം കർത്താവിന്റെ വചനത്തിൽ തികവുള്ളവരാക്കി അവിടുത്തെ പ്രവർത്തനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൂടി ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഇടുകയായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രത്യേകാല് കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ മിനിസ്ട്രിയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇനിയും ക്വസ്റ്റ്യൻ ആൻസറിനുള്ള സമയമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചോദിക്കാം. Yes. The first hand symbol, I think, Pastor Saji Amburi has given this hand symbol. സാറേ, Yes. അതായത് ഈ മശിഹായുടെ രണ്ടാം വരവിന് മുമ്പായിട്ട് ഇസ്രയേലിന് അബ്രഹാം വാഗ്ദത്തം ചെയ്ത ഭൂമി മൊത്തം, അതായത് നമ്മുടെ ഈ വർത്തമാന യുഗത്തിൽ തന്നെ ഇസ്രയേലിന് വാഗ്ദത്തം ചെയ്ത ഭൂമി മൊത്തം അവർക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. No. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. But every attempt has to be made for that. കാരണം അവരുടെ കരത്തിന്റെ ബലം കൊണ്ട് നേടിയെടുക്കുകയാണെങ്കിൽ then മഷിക എന്നുള്ളത് പ്രസക്തമല്ല. Where they fail, മഷിക comes to do it. അവർക്ക് അതിനെപ്പറ്റിയുള്ള ഗൗരവം ഉണ്ടാകണം. They should fight for it. അവർക്ക് അതിൻ്റെ സ്കെച്ചും പ്ലാൻ തയ്യാറാകണം. അവർക്ക് അതിനുള്ള പിൻബലം കിട്ടണം. They try their best, but they will be, ആ പ്രോസസ്സിലാണ് അവർ ചീറ്റ് ചെയ്യപ്പെടുന്നത്. മുമ്പേ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? The Jews will be, Israel will be cheated എന്ന്. ആ പ്രോസസ്സിൽ അവർ ചീറ്റ് ചെയ്യപ്പെടണം. യെസ്. മശിഹയുടെ വരവിലായിരിക്കും അവർക്ക് പൂർണ്ണമായിട്ട് അബ്രഹാമിനോട് മശിഹായുടെ മഹത്വ പ്രത്യക്ഷതയിൽ മശിഹായുടെ ഡ്യൂട്ടിയാണ് അത് മുഴുവനും സറണ്ടർ ചെയ്ത് ഇവർ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അവർ ഡ്യൂട്ടിയാണ് അതിന് they should fight for it. മഷിയാക്ക് will win for them. ആ പ്രപ്പോഷൻ എപ്പോഴും ഓർത്തോണേ. They fight, he wins. നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെ. We fight, Jesus wins for us. If we don't fight, Jesus doesn't win for us. Okay. Yes. Okay. അടുത്ത നമ്മുടെ CJ തോമസ് അച്ഛനാണ് ഞാൻ വീട്ടിൽ തീർത്തെ. CJ തോമസ്, പ്ലീസ് അൺമ്യൂട്ട്. CJ തോമസ്. ഹഗായി 2:7 സകല ജാതികളുടെയും മനോഹര വസ്തു, അത് യേശുക്രിസ്തുവാണോ അതോ ലാൻഡ് ഓഫ് ഇസ്രയേൽ ആണോ? ഇത് രണ്ടും അല്ലെങ്കിലോ? മൂന്നാമതൊരു ഓപ്ഷനോട് പറ. I don't know that. കുരുക്കളെ. Okay. You asked a very, 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 very appropriate question. അതിനൊരു കോണ്ടെക്സ്റ്റുവൽ അനാലിസിസും ഒരു എക്സ്റ്റെൻഡഡ് ആപ്ലിക്കേഷനും ഉണ്ട്. കോണ്ടെക്സ്റ്റുവൽ അനാലിസിസ്, എക്സ്റ്റെൻഡഡ് ആപ്ലിക്കേഷൻ. കോണ്ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് പറയുന്നത് they rebuilt the temple of Jerusalem in a hurry. 3 മാസം കൊണ്ട് തീർത്തു. But there was no glory. കാരണം ഒന്ന്, അവിടെ കൃപാസനമില്ല. 2, അവിടെ ഇതില്ല, ഈ കൃപാസനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ദൈവത്തിന്റെ തേജസ്സും ഇല്ല. ആദ്യത്തെ ആലയം കണ്ടു, രണ്ടാമത്തെ ആലയം കണ്ടപ്പോൾ കരഞ്ഞു, അയ്യോ ഇതെന്തോന്ന. അപ്പോ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഇത് കേട്ടപ്പോൾ പണിക്കാർക്കും വലിയ സങ്കടമായിപ്പോയി. അവരെ എൻകറേജ് ചെയ്യാനായിട്ട് പറഞ്ഞു, ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ആകാശം ഭൂമിയും കടലിനെയും കരയിളക്കും. ഞാൻ സകല ജാതികൾ ഇളക്കും.
സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? അവരുടെ സ്വർണ്ണം വെള്ളി അല്ലയോ? അതല്ലേ അവരുടെ ഏറ്റവും വലിയ ദ ഡിസയർ ഓഫ് ദ ഹോൾ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വർണ്ണം വെള്ളിയല്ലേ? നോക്കിക്കോണേ, ബാബിലോൺ മുതൽ ദൈവം കൊണ്ട് ഇളക്കാൻ തുടങ്ങി. ഇളക്കി 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 അവസാനം ഹെരോദ രാജാവ് വന്നപ്പോഴേക്ക് ഇവന്റെ മുഴുവൻ സ്വത്തും സ്വർണവും വെള്ളിയും വലിഞ്ഞു കൂടി 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 യെരുശലേം ദേവാലയം എന്ന് പറഞ്ഞ അങ്ങ് സ്വർണം കൊണ്ട് അങ്ങ് പണിത് തേക്കച്ച് കളഞ്ഞു. അവിടെ അതിന്റെ അർത്ഥം യേശുക്രിസ്തു എന്നല്ല, ലാൻഡ് ഓഫ് ഇസ്രയേൽ എന്നുമല്ല, സകല ജാതികളുടെ സമ്പത്ത് ഇവിടെ വരുമെന്ന. പക്ഷെ അത് അതിന്റെ കോണ്ടെക്സ്റ്റ് അനാലിസിസ് ആണ്. അതിന്റെ എക്സ്റ്റെൻഡഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വൺ ഡേ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം ഹിയർ. അതെന്റെ എക്സ്റ്റെൻഡഡ് ആപ്ലിക്കേഷനാണ്. ആം ഐ ക്ലിയർ അച്ഛാ? Yes, yes. താങ്ക് യു, Yeah. താങ്ക് യു. Okay, thank you. അനിസാർ ചോദിക്കാതിരിക്കുമെന്ന് വേണ്ട കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞതുണ്ട്. സാറേ, ഈ ദാവീദിന്റെ സമയത്ത് ഈ ഫുൾ ഏരിയ ആ എബ്രഹാമിന് പ്രോമിസ് ചെയ്ത ആ ലാൻഡ് പിടിച്ചടക്കി കൊണ്ടാണോ ദാവീദിന്റെ സന്തതിയായിട്ട് കർത്താവ് വരുവാൻ ഇതാക്കി മാൻ ഓഫ് ഹിസ് ഓൺ ഹാർട്ട് എന്ന് ദൈവം പറയുന്നത്? അതുകൊണ്ടാണോ? There are ever so many reasons. ദൈവത്തിന്റെ മുമ്പാകെ ഒരു കാരണം മാത്രമല്ലല്ലോ. പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇതെല്ലാം പിടിച്ചിറക്കി. ഇനി ദേവദാരു കൊണ്ട് ഒരു അരമണ പണിത് നല്ല സുഖമായിട്ട് കുറെ കൂടെ മണ്ണ് കെട്ടിയും കഴിഞ്ഞ് വെച്ചാൽ മതി. പക്ഷേ അരമനയും പണിത് കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കിയപ്പം ദൈവത്തിന്റെ തിരുനിവാസം തിരിശീലയ്ക്കകത്തിരിക്കുക. എടാ, ഇതെന്തോ ഉള്ളൊരു കാര്യം, ഞാൻ ദേവദാരു കൊണ്ട് അരമനയെ കിടക്കുകയും ദൈവം തിരശ്ശേരിക്കാതിരിക്കുക? അത് പറ്റത്തില്ല. ദൈവത്തിന്റെ ഒരു വാസസ്ഥലം ഉണ്ടാക്കാതെ ഞാൻ ഇതിന്റെ കട്ടല കയറി കിടക്കത്തില്ലെന്ന്. അവിടെ ദൈവം ഇടപെട്ടു. നിനക്ക് ഞാൻ എന്തോ തരാൻ ബാക്കിയുള്ളത്? നീ ചോദിച്ചതിനപ്പുറം മുഴുവൻ തന്നു. അപ്പോഴും അത് നിനക്ക് നിന്റെ പേഴ്സണൽ എൻജോയ്മെന്റിനെക്കാട്ടിൽ യുവർ ഫോക്കസ് ഈസ് ഓൺ മൈ ഗ്ലോറി. എന്റെ മഹത്വമാണ് നിനക്ക് നിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ വലുത്. അതുകൊണ്ട് എന്ന് ദൈവം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. നമുക്ക് അതേ അപ്പം നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. Okay, George Padiat have a question, so Yes. please unmute. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്. ഇപ്പൊ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞല്ലോ പാസ്റ്റർ. ഒരു രഹസ്യ പ്രത്യക്ഷത ഉണ്ടെന്നുള്ള അതിന്റെ അർത്ഥം. നമുക്ക് അതെപ്പോഴാണ്? നമുക്ക് ഇങ്ങനെ അത് കാണേണ്ട ഇങ്ങനെയാണ് കേട്ടോണേ. നമ്മള് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അത് ലാസ്റ്റ് ആണല്ലോ അത് പഠിക്കുന്നുണ്ടേ. ഒന്ന് ഫോർ ദ സെയിൻസ് എന്നും രണ്ട് വിത്ത് ദ സെയിൻസ് എന്നും രണ്ട് പരാമർശങ്ങൾ സമാന്തരമായിട്ട് പോകുന്നു. ഒന്ന് വിശുദ്ധന്മാരുമായി വരുമെന്നും രണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി വരുമെന്നും. ഇനി മഹത്വ പ്രത്യക്ഷത കർത്താവിന്റെ മടങ്ങി വരവിന്റെ ആദ്യത്തെ പ്രവചനം ആരായിരുന്നു? ഹാനോക്കായിരുന്നു. കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തികെട്ട ലോകത്തെ ന്യായം വിധിക്കാൻ വരുന്നു എന്ന് പറയുമ്പം ഈ വിശുദ്ധന്മാരാരാ? ദൂതന്മാരാണോ? അല്ല. അവർക്ക് ലോകത്തെ ന്യായം വിധിക്കാൻ പെർമിഷൻ ഉണ്ടോ? പെർമിഷനുമില്ല. വിശുദ്ധന്മാരെന്ന് പറഞ്ഞ ആരാണ്? കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമാണ് വിശുദ്ധന്മാർ. അപ്പം അവരുമായിട്ട് വരുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? അവരെ ഇതിനു മുമ്പ് സ്വർഗത്തിൽ കൊണ്ടുപോയെന്നാണ് അല്ലേ? അവിടെ എന്തോ വചനം എവിടെ? ഏതിന്റെ? അല്ല, 1000 ഇത് വിശുദ്ധന്മാര് വരുന്നു എന്ന് പറയുന്നത് ഏത് വചനത്തിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്? അതൊരു അത് തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. ഇത് ഏത് സമയത്ത് വരുന്നു എന്നുള്ളത് പറയുന്നുണ്ടോ? ഇല്ല. ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചു കളയരുത് കേട്ടോ. നമുക്ക് ഓരോന്നോരം തീർത്തു പോകില്ല നല്ലത്. ആദ്യം എന്നോട് ചോദിച്ച വചനം എവിടാന്നില്ലയോ? അതെ. അപ്പം അത് നോക്കാം വചനം ഉണ്ടോന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏത് സമയത്ത് വരുന്നുള്ള കണ്ടുപിടിക്കാം അല്ലേ? വചനം ഉണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാൾ ഉണ്ടായിരിക്കും എന്ന് പറയരുത്. അങ്ങനെ പാടില്ല. വചനം ഉണ്ടായിരിക്കുമെന്ന് പറയരുത്.
വചനം ഉണ്ട്. ഉം. അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് യൂദായുടെ ലേഖനം എടുക്കാം. ഉം. സ്തോത്രം. ഒരൊറ്റ അധ്യായമുള്ള രക്ഷപ്പെട്ടല്ലേ? ഉം. 15-15 ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠതകൾ നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പോ വചനമുണ്ട്. ഓക്കെ, അതെപ്പോ ഏത് സമയത്താ ആ പറഞ്ഞത്? റൈറ്റ്. അതെപ്പോ? അതൊരു ചോദ്യമാണല്ലോ, അല്ലേ? ഉം. അപ്പൊ അതിനൊരു ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. പറ്റത്തില്ല. ഈ അച്ഛൻ എന്നെ ഒട്ട് വിടത്തില്ല. ഉം. ഉം. നമുക്കിനി അല്ല, അതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ഉത്തരമില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലെന്ന്. ഉത്തരവില്ലാത്ത കാര്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞ് ശരിയായ ഒരു പരിപാടിയാണോ? എന്നാ പറ. അത് പറ. ഇവിടെ വന്നിരുന്നിട്ട് ചുമ്മാ അങ്ങ് വീമ്പിളക്കിയൊക്കെ പോകാൻ പറ്റുമോ? അതെ, എന്നാ അതന്നെ ഞാൻ ശരിയല്ലല്ലോ. ചോദിക്കുന്നത്. ശരിയല്ലല്ലോ പറയുന്നതിനൊക്കെ. അതെ അതെ, അത് പറ. ഒരു ഇമ്പരിക്കൽ ആഡക്വസി. ആ. ഇമ്പരിക്കൽ ആഡക്വസി എന്ന് പറഞ്ഞാൽ മതിയായ പോയിന്റ് ഓഫ് റെഫറൻസ് ഉണ്ടായിരിക്കണം. ഉം. അല്ലേ? അതെ, പോയിന്റ് ഓഫ് റെഫറൻസ് ഇല്ലെങ്കിൽ പറയാതിരിക്കുന്നില്ലയോ കുറെ കൂടെ നല്ലത്. അത് കറക്റ്റാ. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് എന്താ ഞാൻ ആ ഓക്കെ. പോയിന്റ് ഓഫ് റെഫറൻസ് എടുത്തിട്ട് ഒരു സെക്കൻഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇഷ്ടംപോലെ സമയം എടുക്കും. എങ്ങനെ? ഇഷ്ടംപോലെ സമയം എടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ഇഷ്ടംപോലെ സമയം എടുക്കുന്നുണ്ടോ? ആൾക്കാർ ഇരിക്കുമോ? ഇപ്പോൾ തന്നെ അപ്പൊ ഞാനല്ലല്ലോ എടുക്കുന്നത്. എന്തോ ഞാനല്ലല്ലോ സമയം എടുക്കുന്നത്. ഞാൻ ഇപ്പോഴേ മനുഷ്യന്മാർക്ക് ദേഷ്യം വന്നിരിക്കുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇഷ്ടംപോലെ സമയം എടുക്കത്തില്ല. ഓക്കെ ഓക്കെ. നമ്മൾ ആസ് ക്വിക്ലി ആസ് പോസിബിൾ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. ഓൾമോസ്റ്റ് ഞാൻ കണ്ടെത്തുന്ന എൻ്റെ വിശ്വാസം നമ്മൾക്ക് ദേവാസിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് മറന്നു പോകും കേട്ടോ. എന്റെ പേര് ജോർജ്. ജോർജ്. ഞാൻ പാസ്റ്റർ അല്ല കേട്ടോ. എന്തോ? ഞാൻ പാസ്റ്റർ അല്ലെന്ന്. ആയിക്കോ. പിന്നെ എവിടുന്നാ സംസാരിക്കുന്നത്? ഏത് സ്ഥലത്തു നിന്നാണ്? ഇവിടെ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നാണ്, കാനഡയില്. എന്റെ കർത്താവേ, അവിടുന്നാ പറയുന്നേ? അതെ. സോ ഐ ഷുഡ് ബി റിയലി കെയർഫുൾ. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഐ ഷുഡ് ബി റിയലി കെയർഫുൾ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് പരുങ്ങുന്ന കണ്ടില്ലേ? അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രഹസ്യവരവ് എന്ന കാര്യം കേട്ടോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോ രഹസ്യം എന്നൊരു കൺസെപ്റ്റ് വന്നില്ലയോ? അതാ ഞാൻ പറഞ്ഞ. അപ്പൊ രഹസ്യവരവ് എന്നുള്ള ആ കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രിലിമിനറി ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കണം. അതിൽ ഒന്നാമത്തെ പ്രിലിമിനറി, എന്തുകൊണ്ട് അതിന് രഹസ്യവരം എന്ന് പറഞ്ഞാൽ രഹസ്യമായതുകൊണ്ട് അല്ലേ? രഹസ്യമായതുകൊണ്ട്. ഇനി അടുത്ത രഹസ്യമായതുകൊണ്ട് നമ്മുടെ ഓണസ് അല്ലെ റെസ്പോൺസിബിലിറ്റി അതിനെ ആരായെന്നുള്ളത്, രഹസ്യങ്ങളെ ആരായെന്നുള്ളത് രാജാക്കന്മാരുടെ ഹിതകരമായ കാര്യമാണ്. ആരായണം. ഈ രഹസ്യം ആരായണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടാ പോകേണ്ടത്? രഹസ്യം ആരായണമെന്നുണ്ടെങ്കിൽ ഒന്ന്, അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് എടുക്കണം. ടേക്ക് ദ ഒറിജിനൽ ടെക്സ്റ്റ്. അതാണ് അതിന്റെ ഒന്നാമത്തെ റിക്വയർമെന്റ്. ദ ഫസ്റ്റ് റിക്വയർമെന്റ് ഈസ് ടേക്ക് ദ ഒറിജിനൽ ടെക്സ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഒറിജിനൽ ടെക്സ്റ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഈ സീക്രട്ട് കമ്മിങ് എന്ന രഹസ്യവരം എന്നൊരു ഡോക്ട്രിൻ ഉണ്ടോ എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം അതാണ്, ഡോക്ട്രിൻ ഉണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോക്ട്രിൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എങ്ങനെ ഡോക്ട്രിൻ ആകുന്നു എന്ന് ആദ്യം പറയണം. ഡോക്ട്രിൻ ആകണമെങ്കിൽ ഏത് കാര്യം? ഒന്ന്, വിശുദ്ധ പഴയ നിയമം ആ കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടോ? രണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതേ കാര്യം. മൂന്നാമത്തെ കാര്യം,
ശിഷ്യന്മാര് ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? നാലാമത്തെ കാര്യം, ലേഖനങ്ങൾക്ക് അത് ഉറപ്പായി കൊടുത്തിട്ടുണ്ടോ? ലേഖനങ്ങളിൽ സഭയ്ക്ക് ഉറപ്പായി കൊടുത്തിട്ടുണ്ടോ? ഈ 4 കാര്യങ്ങൾ ഒത്തു വന്നെങ്കിൽ മാത്രമേ ഒരു കാര്യം എന്തിന്റെ ഭാഗമാകത്തുള്ളൂ? ഡോക്ടറിന്റെ ഭാഗം ആകത്തുള്ളൂ. അത് നമ്മൾ ആദ്യം ഈ ഒറിജിനൽ സ്ക്രിപ്റ്റിലോട്ട് പോകണം. ഒറിജിനൽ സ്ക്രിപ്റ്റ്. ഈ ഒറിജിനൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മലയാളം അല്ല, ഇംഗ്ലീഷ് അല്ല, ഈ മറ്റേ ഇതിന്റെ പേരെന്തോ, ഗ്രീക്കും അല്ല. അതിലെ പ്രോബ്ലം. അപ്പൊ ഒറിജിനൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹീബ്രുവാ. ഒറിജിനൽ ഹീബ്രു സ്ക്രിപ്റ്റിൽ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കമ്മിറ്റ്മെന്റ്. അതിനുവേണ്ടി നമ്മൾ യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരണം. അവിടെ പറയുന്ന ലക്ക് കേറി വാ, എന്റെ മക്കളെ, എൻറ്റർ ഇൻ ടു, പ്രവേശിച്ചു കൊള്ളുക. എങ്ങോട്ട് പ്രവേശിച്ചു കൊടുക്കാൻ? നിങ്ങൾക്ക് ഞാനൊരു സീക്രട്ട് പ്ലേസ്, നിങ്ങൾക്ക് മാത്രമായിട്ട് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നിങ്ങൾ വന്ന് കയറിക്കോണം. എന്നിട്ട് എന്നിട്ട് നിങ്ങൾ വാതിലും അടച്ചേക്കണം. വാതിലും അടച്ചേക്കണം. എവിടെ? ആ സ്ഥലത്തിന്റെ വാതിൽ അടച്ചേക്കണം. ഹബി മീൻസ് അവിടെ നിങ്ങൾ മറഞ്ഞിരിക്കണം. ആ സമയത്ത് നിങ്ങളെ ആരും കാണാൻ പാടില്ല. എത്ര നേരത്തേക്ക്? കിമറ്റ്, കുറച്ചു നേരത്തേക്ക്. കുറച്ചു നേരത്തേക്ക്. ഏതുവരെ? അൺടിൽ, ഇതുവരെ. ഏതുവരെ? കടന്നു പോയുന്നത് വരെ. ഏതുവരെ? സആം എന്ന് പറഞ്ഞാൽ മഹോപദ്രവം. അവിടെ മാത്രമേ ആ വേർഡ് ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. മഹോപദ്രവം ഭൂമിയിൽ വരും. അത് കടന്നു പോകുന്നത് വരെ നിങ്ങളെ ഈ ഭൂമിയിൽ ആരും കാണരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് വന്ന് കയറി വാതിലടച്ച് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോ എപ്പോൾ മറുപടി കൃത്യമായി? ഏത്? ആമുണ്ടല്ലോ, മഹോപദ്രവം കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടണമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ്. ഇതേ കാര്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഒരു മിനിറ്റ്. അതില് മഹോപദ്രവത്തിന് മുമ്പ് യേശു ക്രിസ്തു വരുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലയോ? ഇല്ല, അതിൽ എഴുതിയിട്ടില്ല. അതില് പറഞ്ഞിരിക്കുന്നത് മഹോപദ്രവം കഴിയുന്നത് വരെ നിങ്ങള് മഹോപദ്രവം കഴിയുന്നത് വരെ ഒളിച്ചിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? മഹോപദ്രവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് യേശു ക്രിസ്തു വരുന്നവർ പറഞ്ഞിട്ടുണ്ടോ? അബ്സല്യൂട്ട്ലി. അവിടുത്തെ എലമെന്റ് എന്തുവാ? മഹോപദ്രവം കഴിയുന്നത് വരെ നിങ്ങൾ ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ മഹോദരവത്തിന്റെ സമയത്ത് നിങ്ങളെ ആരും കാണത്തില്ല. നിങ്ങൾ അവിടെ ഇല്ല, നിങ്ങൾ വേറൊരു സ്ഥലത്താണെന്നില്ലയോ? ആയിക്കോട്ടെ, 10-ാം ക്ലാസ് ആവശ്യമില്ല. അതിലെനിക്ക് തർക്കമില്ല. പക്ഷെ മഹോപദ്രവത്തിന് മുമ്പ് യേശു വരും എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. മഹോപദ്രവത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത്. എടുക്കപ്പെടുന്നു പറഞ്ഞിട്ടില്ല അവിടെ. ആര് പറഞ്ഞു? ഞാനിപ്പോ ഓരോ വേർഡും എടുത്ത് അക്ഷരം പറ്റി പറഞ്ഞിട്ടും അവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് വെറുതെ വല്ലതും പറയുന്നതാണ്. അല്ലല്ല, അത് വെറുതെ പറയുന്നതല്ല. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഓരോ വാക്കും എടുത്ത് അതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഇന്നതാണെന്ന് പറഞ്ഞിരിക്കും. മഹോപദ്രവത്തിന് മുമ്പ് സഭയെടുക്കപ്പെട്ട് സഭയെ വേർത്ത് കൊണ്ടുപോയി മറച്ചു വെക്കും എന്ന് പറഞ്ഞിരിക്കെ അതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലത്. അതിനുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണത്. ദ ഓൺലി തിങ് പറയുന്നതാണ്. വെറുതെ അല്ലല്ലോ ഞാൻ കേട്ടത്. അല്ല, അത് വെറുതെ ഇങ്ങനെ അത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ ഞാനതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ച് ഓരോ വാക്കിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടെ രക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അതും വെറുതെ പറയാന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്.
നമുക്കൊരു മറുപടിയില്ല. അത് അങ്ങനെ പറയാൻ പാടില്ല പാസ്റ്ററെ. അങ്ങനെ പറയാൻ നുണ പറയരുത്. പാടുണ്ട്. നുണ അങ്ങനെ പറഞ്ഞാൽ അത് പറയാവൂ. ശിക്ഷയുണ്ടെന്ന് കാരണം മനസ്സിലാക്കുക. അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് അറിയാവുന്ന ആൾ അങ്ങനെ പറയൂ. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ അത് തള്ളിക്കളയും ചെയ്യും. അത് ബാക്കിയുള്ളവരെല്ലാം പഠിപ്പില്ലാത്തവരും ബാക്കി എന്താണ് അതാണ് ഇംഗ്ലീഷ് അതല്ല, വായിച്ചറിയാത്തവരാണോ ബാക്കിയുള്ളവർക്ക് നമ്മുടെ വിചാരം? പഠിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഞാന് രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. ഞാനൊരു അല്ലല്ല. കാര്യം പറയട്ടെ ജോർജ് ആ ബ്രദറെ, ഇത് ആർഗ്യുമെന്റിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല. അല്ല രീതിയിൽ ഇദ്ദേഹം നില പറയുന്നത് പോലെയല്ലേ? നിൽക്കേ, ഞാൻ ഐ ആം മോഡറേറ്റിംഗ് ദിസ്. പിന്നെ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ദേവദാസൻ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് എഗ്രി ചെയ്യുകയോ എഗ്രി ചെയ്യാതോ ഇരിക്കാം. അത് നിങ്ങൾ അപ് ടു യു. അല്ല ആർഗ്യുമെന്റിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല ഇത്. അല്ല നിങ്ങൾ ഇതിപ്പോ പറയുന്നത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടായിരുന്നു. ഓക്കെ, ഞാൻ താങ്ക് യു, അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു താങ്ക് യു, മനസ്സിലായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു, ഗോഡ് ബ്ലസ് അല്ല, യു. അതിന്റെ ഒരു കാരണം ഞാൻ കേൾക്കണം. അംഗീകരിക്കുന്നില്ല, ഫൈൻ, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ദാറ്റ്സ് ഗുഡ്, താങ്ക് യു. അതിനൊരു അക്സെപ്റ്റ് ചെയ്തു. കുഴപ്പമില്ല. നമുക്ക് യാ ഓക്കെ അംഗീകരിക്കുകയോ ഓക്കെ, കുഴപ്പമില്ല അംഗീകരിക്കാതിരിക്കുകയോ പാസ്റ്റർ. ചെയ്യാം. ഓക്കെ ആർഗ്യ ചെയ്യാനുള്ള ക്ലാസ് അല്ല ഇത്. ഓക്കെ, 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 അങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഓക്കെ. യെസ്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ധൈര്യമായിട്ട് ചോദിച്ചോ. നമ്മള് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ദേവദാസനത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ചോയ്സാണ്. അതുകൊണ്ട് ഈ ക്യാൻ ആസ്ക്. യെസ്, നമ്മുടെ സജി പാസ്റ്റർക്ക് ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് കൊടുത്താട്ടെ. സജി അന്തൂർ. സാറേ ഈ യെസ്. സാറേ 70 ദൂതന്മാരുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. അവർ ഈ ഭൂമി ഇതിനകത്ത് വീഡിയോക്കകത്ത് അവർ ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് ദൈവമാക്കി വെച്ചിരുന്നെന്നും അവര് നെബുലിയൻസിനായിരുന്നെന്നും അവർ തെറ്റിപ്പോയി എന്നും അവർ പാപം ചെയ്തപ്പം ദൈവം അവരെ പാതാളത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചു എന്നുമുള്ള കാര്യം പറഞ്ഞു. അത് ആ ദൂതന്മാരെ കുറിച്ചാണോ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ പറയുന്ന അവര് മനുഷ്യരുമായി ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും നെബുലിയൻസ് ഉണ്ടാകുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും, അവർ വിവാഹത്തിന് കൊടുക്കപ്പെടുകയോ വിവാഹം കഴിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും പറയുന്നു. അപ്പൊ ദൂതന്മാർക്ക് അപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നമുക്ക് ഞാൻ മറുപടി പറഞ്ഞോട്ടെ? ഓക്കെ, പറഞ്ഞു. ക്വസ്റ്റ്യൻ തീർന്നല്ലോ. എനിക്ക് 2 ക്വസ്റ്റ്യൻ മനസ്സിലായോണ്ട് ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് ജമ്പിൽ ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ഏഞ്ചലിക് വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ മൾട്ടിഫെസൈറ്റഡ്. അവിടെയുള്ള കാറ്റഗറി 1-ഓ 2-ഓ അല്ല. നമ്മൾ ഇവിടെ ഈ പറഞ്ഞവര് ഹ്യൂമൻ ഫുഡ് കഴിക്കുന്നവരാണ്. ഒന്ന്, അവർക്ക് ഹ്യൂമൻ മാനുഷിക ജഡത്തിന്റെ ബലഹീനതകളുള്ളവരാണ്. എല്ലാ ദൂതന്മാരും അങ്ങനല്ല, നോട്ട് ഓൾ ഓഫ് ദം. ഒരുപാട് വെറൈറ്റി ആൻഡ് കാറ്റഗറി ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് മുഴുവൻ അറിയേണ്ട ഒരു ഇനവിറ്റബിളായ നോളജ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ഓറൽ തോറ മുഴുവനും പറഞ്ഞു പോകുന്ന ഈ കാര്യമാണ്. ഓറൽ തോറ മുഴുവനും പറഞ്ഞു പോകുന്ന ഈ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഓറൽ തോറായി പോകുന്നതാണ് ഈ കാറ്റഗറീസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുമ്പോൾ, എസ്പെഷ്യലി പുതിയ നിയമത്തിലേക്ക് വരും, പഴയനും അങ്ങനെ തന്നെയാണ്, നമ്മുടെ രക്ഷയിലേക്ക് പെട്ടെന്ന് നമ്മളെ നയിക്കുന്ന യേശു ക്രിസ്തുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ രക്ഷയ്ക്കായി വളരുവാൻ ഉതകുന്ന കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുകയും മറ്റു കാര്യങ്ങളെപ്പറ്റി ഇടയ്ക്ക് പറയേണ്ടിയുള്ളൊരു പരാമർശം പറഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് ടൈം എടുത്ത് അതിൻ്റെ പുറകെ പോകുന്നത് നമുക്കൊരു ഗുണമില്ല. ഡസൻ ഹെൽപ്പ് അസ് ഇൻ എനി വേ. ഞാനിപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ കൂടുതൽ സ്പെസിഫിക് ടൈം ചെലവഴിക്കാറുള്ളൂ. ഓഫ് കോഴ്സ് ഈ കാര്യത്തെ പിന്നെ വായിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മാർഗരറ്റ് ബാർക്കറാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഇതിൻ്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫസറായിരുന്നു മാർഗരറ്റ് ബാർക്കറാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു കാര്യവുമായിട്ട് അതിനപ്പുറം പോകുന്നുണ്ട് നമുക്ക് 2 പേർ ഗുണമില്ല, അല്ലെങ്കിൽ കേൾക്കുന്നു 6 ഗുണമില്ല. ദാറ്റ്സ് വൈ ഐ ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് ദെയർ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അവസാനിക്കാൻ തോന്നുന്നുണ്ട് പാസ്റ്ററെ.
ഒരു മിനിറ്റ് കൂടെ കൊടുക്കാം ആർക്കെങ്കിലും. ഒരു മിനിറ്റ് കൊടുക്കാം, അഥവാ ആർക്കെങ്കിലും ഒരു അതാ. യെസ്, പാസ്റ്റർക്ക് തന്നെ വീണ്ടും ഒരു ചോദ്യം ഉണ്ടാകുന്നു. ദ സെയിം ജെന്റിൽമാൻ ഹാസ് എ ക്വസ്റ്റ്യൻ. സുമിത് സാറേ, പിന്നെ ഒന്നുകൂടെ ഞാൻ ചോദിച്ചോട്ടെ. സാറേ, ഇന്നലത്തെ ആ വീഡിയോയില് മൽക്കീസദേക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ മൽക്കീസദേക്ക് സ്വർഗത്തിലെ ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു. അദ്ദേഹം ഭൂമിയിൽ വന്ന് ശുശ്രൂഷ ചെയ്ത് തികച്ച് പോയി. പിന്നെ ദൈവപുത്രൻ മഹാപുരോഹിതനായ ആ ശുശ്രൂഷ ഇപ്പൊ നിർവഹിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ ചോദ്യം, ഈ മൽക്കീസദേക്ക് വന്നത് ഈ പാലസ്തീൻ നാട്ടിൽ മാത്രമേ ഉള്ളൂ, അതോ ലോകം മൊത്തം അദ്ദേഹം വരികയും ശുശ്രൂഷ നിർവഹിക്കുകയും ഏകദൈവത്തെ കുറിച്ചുള്ള പഠിപ്പീര് നൽകുകയും ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് എവിഡൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ ഭാരതത്തിലെ ഉപനിഷത്തുകളിൽ മശിഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും മശിഹയുടെ ക്രൂശീകരണത്തെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മൽക്കീസദേക്കിൽ നിന്ന് ലഭിച്ച ഒരു വെളിപ്പാടായിട്ട് നമുക്കത് ചിന്തിക്കാം. 100% നോ. കാരണം ഡെവിൾ ഈസ് ആൻ ആർക്ക് വില്ലൻ ഓഫ് പാരലലിസം. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രത്യാശയ്ക്കും നമ്മുടെ ആത്മീയതയ്ക്കും നമ്മുടെ ദൈവബോധത്തിനും തത്തുല്യമായ വേറൊരു ദൈവബോധം ഉണ്ടാക്കിയെടുത്തിട്ട് അത് തന്നെയാണ് ഇതെന്നും പറയുന്ന പരിപാടിയാണ് എല്ലാ കാലവും സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്, യേശുക്രിസ്തു ഞങ്ങളുടെ മതക്കാരനാണ് എന്നൊക്കെ പറയുന്ന അറിയത്തില്ലയോ? അപ്പം എല്ലാ കാലത്തും സാത്താൻ ഒരു പാരലിസം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ കാലവും. ദ ക്വസ്റ്റ്യൻ അത് എന്തിലേക്ക് നയിക്കുന്നുള്ളതാണ്, എന്തിലേക്ക്, വാട്ട് ഇറ്റ് ഈസ് ലീഡിങ് ടു. ഇപ്പം അവിടെ ഞാൻ പറഞ്ഞ ഇത്രോവിന്റെ കാര്യമാണല്ലേ. ഇത്രോവ് യഹോവയായ ദൈവത്തിന്റെ ആരാധനയ്ക്കുള്ള ഇത്രോവിനെ നയിച്ചത് അല്ലേ? അതാണ്. അപ്പം ഈ ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്? യേശു ക്രിസ്തുവിലേക്കാണോ? അല്ലല്ലോ, മറ്റു ദൈവങ്ങളിലേക്കല്ലേ നയിക്കുന്നത് അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന് തുല്യനായ വേറൊരാള് മറ്റൊരു മതത്തിലുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത് ദൈവത്തിന് ഭയങ്കര വെറുപ്പുള്ള കാര്യമാണ്. കാര്യം കർത്താവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കാനാണ് അല്ലേ? അല്ല അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മറ്റേ മതത്തിലുണ്ട്, മറിച്ച മതത്തിലുണ്ടെന്ന് പറഞ്ഞ് ഉടനെ അങ്ങോട്ട് കയറി പോകാൻ വേദപുസ്തകം നമ്മളെ അനുവദിക്കുന്നില്ല. നോ. ഈ പ്രജാപതി ക്രിസ്തുവാന്ന് പറഞ്ഞ് കുറെ പുസ്തകം ഇറങ്ങിക്കൊണ്ട് കുറേ കക്ഷികൾ ഓരോടേക്ക് നാടെല്ലാം ഇളക്കി വന്നതാണ്. പ്രജാപതി ക്രിസ്തുവല്ല, പ്രജാപതിയാണ്. ക്രിസ്തു. അതാണ് ഇതിന്റെ കറക്റ്റ്. യെസ്, താങ്ക് യു. നോ പ്രോബ്ലം. യെസ്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് പക്ഷേ ഞാനൊരു ക്ലാരിഫിക്കേഷൻ പാസ്റ്റർ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ വളരെ ക്ലിയർ ആക്കി പറഞ്ഞത്. ആദ്യം നമ്മൾ കേട്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. ട്രംപിൻ്റെ കാലത്ത് ഇത് മുഴുവനും തിരിച്ച് പിടിക്കുമെന്നൊരു തോട്ട് പോലെ എനിക്ക് തോന്നി. അത് പാസ്റ്റർ അത് ക്ലിയർ ചെയ്തു. ട്രംപിൻ്റെ കാലത്ത് ശ്രമിക്കും, കർത്താവിൻ്റെ കാലത്ത് നടക്കും. അത് ഐ വാണ്ട് എവരിബഡി ടു ക്ലിയർ ദാറ്റ്. ട്രംപിൻ്റെ കാലത്ത് ഇസ്രയേലിന് തിരിച്ച് കംപ്ലീറ്റ് രാജ്യം കിട്ടുമെന്ന് പറഞ്ഞു എന്നുള്ള ധാരണയിൽ പോകരുത്. ട്രംപിന്റെ കാലത്തിനുള്ള ശ്രമം നടക്കും, കർത്താവിന്റെ കാലത്ത് ഇറ്റ് വിൽ കം. താങ്ക് യു. ദൈവസംബന്ധമായ ഏത് വിഷയങ്ങളിലും the attempt has to come from our side. We should fight and God will win. താങ്ക് യു സോ മച്ച്. കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ രാവിലെ പലരും ഇവിടുന്ന് രാവിലെ സമയമാണല്ലോ, നല്ല വചനം കേട്ട് പ്രവർത്തിക്ക് വേണ്ടി പോകാൻ ഒരുങ്ങാൻ ദൈവം സഹായിച്ചല്ലോ. നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.